പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ അഗപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ ചാപ്പൽ സർവീസായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ, എങ്കിലും നമ്മൾ ആരംഭിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ ഷാജി കെരാനിയൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ എബ്രഹാം ടൈറ്റസ് സൗദിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇരുവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ഷീജ റോബിൻ പ്രാർത്ഥിച്ചാരംഭിച്ചാൽ. ഷീജ റോബിൻ ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ട്. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ക്രിസ്തേശ്വരൻ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയപിതാ നല്ല ദൈവമേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവ് 8:30 അടുത്ത സമയത്ത് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കർത്താവേ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ അകേപ്പ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. മീറ്റിംഗായി കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്നത്തെ മീറ്റിംഗ് കർത്താവ്, ഇന്നത്തെ സാക്ഷ്യങ്ങള്, ഇന്നത്തെ വചന ശുശ്രൂഷ ഒക്കെ കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. കടന്നു വരുവാനുള്ളവരെ കർത്താവ് വേഗത്തിൽ കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ മീറ്റിംഗ് എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ചന്തവും ഭംഗി ഉചിതവുമായി പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണം കർത്താവ്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ ഷീജ റോബിൻ. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ്സുകൾ, വിവിധ വിഷയങ്ങൾ പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വളരെ ഉത്സാഹത്തോടെ ഈ ക്ലാസ്സുകളിലൊക്കെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷിക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനായി സ്തോത്രം. പുതിയതായി ഒത്തിരി പേർ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളുടെ ഈ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ദൈവദാസന്മാരൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. എങ്കിലും നമുക്കൊരു പാട്ടോടുകൂടി ഇന്നത്തെ ഈ മീറ്റിംഗ് ആരംഭിക്കാം. കുവൈറ്റിൽ നിന്ന് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന പ്രിയ സിസ്റ്റർ അനു ബിജു ഒരു പാട്ട് പാടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരി ആദ്യമായി ഒരു പാട്ട് പാടി നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണ്. ദൈവനാമപ്പെടട്ടെ. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാരും എല്ലാ ദൈവമക്കളെ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ പാട്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പാടുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാലെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാലെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും ആ പുരബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. എന്നും നിറയ്ക്കും ആ പാനപാത്രവും ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. എന്നും നിറയ്ക്കും ആ പാനപാത്രവും ഇതുവരെയും കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല.
എന്താകം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ പൂജ ബലത്താൽ നടത്തിയതാൽ. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ടേ, ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ടേ, ഓരോ നാളിലും വാതിലടയുകില്ല. എന്താല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകുമേശുവിൻ മാർവ്. എന്താല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകുമേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ പൂജ ബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുരുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുരുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാലെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാലെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ പൂജ ബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. താങ്ക് യു. ദൈവം പ്രിയ സഹോദരിയെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തിയല്ലോ. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ റവറൻഡ് ഡോക്ടർ ഷാജി കെ ഡാനിയൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തനിക്ക് ഒരു ഹൗസ് വാമിങ്ങിന്റെ തിരക്കിലൊക്കെയാണ്, എങ്കിലും താൻ അല്പം നമ്മളെ സ്നേഹിച്ച് തന്റെ ആ ഉത്സാഹം കൊണ്ട് നമ്മോടൊപ്പം സ്വല്പം സമയത്തേക്ക് താൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തു വരുന്നതേ ഉള്ളൂ, എങ്കിലും തനിക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ട് തനിക്ക് ആദ്യം തന്നെ അല്പസമയം താൻ ചില നല്ല വാക്കുകൾ ഇപ്പോൾ പറയും. അതിനായി റവറൻഡ് ഡോക്ടർ ഷാജി കെ ഡാനിയനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് പകൽക്കാലം നിങ്ങളുടെ രാത്രിയിൽ ഈ ചാപ്പൽ സർവീസ് ഒന്നിച്ച് കടന്നു വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും പരസ്പരം അറിയുവാനും സംസാരിപ്പാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. പാസ്റ്റർ ലാലുവിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഉത്സാഹത്തിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാണ്. എന്നും എനിക്ക് തോന്നുന്നു അദ്ദേഹം ജോലിയിലാണെന്ന്. യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ട് നമുക്ക് മനസ്സിലാകും. താൻ്റെ ഏത് സമയത്താണേലും നമ്മുടെ ബൈബിൾ കോളേജിനുള്ള സ്നേഹവും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായിട്ടുള്ള തൻ്റെ ഉത്സാഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത് എല്ലാവരിലും കാണാത്ത ഒരു ക്വാളിറ്റിയാണ്. പ്രിയ ദേവദാസിനെ ശക്തിയോടെ ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ വചനം സംസാരിക്കുവാൻ കടന്നു വന്ന ഡോക്ടർ എബ്രഹാം ടൈറ്റസിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ബൈബിൾ കോളേജിന് വളരെ പ്രിയപ്പെട്ട ഒരു ദേവദാസനാണ്. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മളോട് സഹകരിക്കുകയും നമ്മളെ എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ദേവദാസൻ ഇന്ന് രാത്രികാലം ദൈവവചനം സംസാരിപ്പാൻ നമ്മളോട് കൂടെ ഉള്ളത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ ഹാർദവമായി ഞങ്ങൾ അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ഓൺലൈൻ ബൈബിൾ കോളേജ് ചാപ്പൽ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് ശക്തിയോടെ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം കരങ്ങളിലെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു.
അനേക പുതുമുഖങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം പഠിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് നമ്മുടെ ഓൺലൈൻ ബൈബിൾ കോളേജ് ഒരു അനുഗ്രഹമായിരിക്കുക ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ, പാസ്റ്റർ ലാലു പറഞ്ഞതുപോലെ, ഞങ്ങൾക്ക് ഒരു ഹൗസ് ഡെഡിക്കേഷൻ, ഞങ്ങളുടെ സഭയിലെ ഒരു പുതിയ കുടുംബം ഒരു പുതിയ വീട് വാങ്ങിച്ചു. അതിൻ്റെ ഡെഡിക്കേഷൻ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ അതിനുവേണ്ടി കടന്നു പോകണം. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓഫ്ലൈനിലാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ നമുക്കൊന്നിച്ചായിരുന്നു കർത്താവ് സഹായിച്ചു. ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവകൃപയാൽ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാനും പരസ്പരം ഓർക്കുവാൻ കോളേജിലെ സ്റ്റുഡൻസിന്റെ നമ്മൾ പ്രായത്തിലാണെങ്കിലും നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണ്. അപ്പോ ഒന്നിച്ചായിരിക്കാനും പരസ്പരം ഒരു ഫാമിലി പോലെ കർത്താവ് തരുന്ന സാവകാശത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളുടെ പറഞ്ഞതുപോലെ ഈ ക്ലാസ്സുകൾ ജൂൺ ഒരു 6 മാസത്തെ ഡിപ്ലോമ കോഴ്സാണല്ലോ ഇപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്നത്. വളരെ അനുഗ്രഹീതമായ രീതിയിൽ ക്ലാസ്സുകൾ നടക്കുന്നു. എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാനും ക്ലാസ്സിൽ കയറുകയും പഠിക്കുകയും നമ്മൾ ഒന്നിച്ച് ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ ആൾക്കാർ എല്ലാ ദിവസവും ചേരുന്നുണ്ട്. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ പത്തനംതിട്ടയിലുള്ള ബൈബിൾ കോളേജിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകൾ, ഇൻഹൗസ് ക്ലാസ്സുകൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ആരെങ്കിലും കുഞ്ഞുങ്ങളോ സഹപ്രവർത്തകരോ കൂട്ടുകാരോ ചർച്ചുകാരോ ഒക്കെ പഠിക്കുവാൻ 3 വർഷം അവിടെ നിന്ന് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. 100% ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. അതൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ ഇപ്പം വരുന്ന പിള്ളേരെല്ലാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവരാണ്. നോർത്ത് ഇന്ത്യ, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഒറീസ അവിടെ നിന്നൊക്കെ പിള്ളേർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമ്മുടെ മലയാളി പിള്ളേർ ആരും ഇതുവരെ വന്നിട്ടില്ല. അവര് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ആരും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നോർത്തൊരു സങ്കടമുണ്ട്. പക്ഷേ ആഗ്രഹമുള്ളവരെയാണല്ലോ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആഗ്രഹമുള്ളവർ കടന്നു വരുന്നു. അവർ പഠിച്ചിട്ട് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി നോർത്ത് ഇന്ത്യയിലും മറ്റ് സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കർത്താവിന്റെ വേലയിലായിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കോളേജിൽ പഠിച്ച കുഞ്ഞുങ്ങൾ ഇപ്പോൾ TV ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് TV പ്രസംഗിക്കുന്നവരുണ്ട്, വലിയ ചർച്ചകൾ നടത്തുന്നവരുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷവും. നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ അധ്വാന ഫലം ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനേക നമുക്ക് ചെല്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ നമ്മുടെ ഈ ഓൺലൈൻ ബൈബിൾ കോളേജും അതിന് നിങ്ങൾ എനിക്കറിയാം ഗോവയിൽ നിന്ന് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഈ ഓൺലൈൻ ബൈബിൾ കോളേജിലുണ്ട്. അവർക്കൊക്കെയായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഫലം കായ്ക്കുവാൻ നമ്മൾ കർത്താവിന്റെ സന്നിധാനത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ വാസ്തവമായി സഹായിക്കും. ഇന്ന് നമ്മുടെ കൂടെ ദൈവം സംസാരിക്കുന്ന ദൈവദാസനുണ്ടല്ലോ. ഞാൻ ആധികാരികമായിട്ട് ദൈവത്തിന്റെ വചനത്തിനൊന്നും പറയുന്നില്ല. നിങ്ങളെയൊക്കെ ഒന്ന് ഗ്രീറ്റ് ചെയ്ത് നിങ്ങളുടെയൊക്കെ ആ സന്തോഷമുള്ള മുഖം കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ എങ്ങനെ ചിന്തിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച 1-2 കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ യഹോവയെ എപ്പോഴും നമുക്ക് ഹൃദയത്തിൽ നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് സ്തുതിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകണം. നമ്മൾ എവിടെയായിരുന്നാലും. ദാവീദിന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. 103-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോഴത്തേക്കും പറഞ്ഞു, എൻ മനമേ യഹോവയെ സ്തുതിക്കുക, വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ ദൈവം നമുക്ക് ഉപകാരം ചെയ്യുന്ന ദൈവമാണ്. എത്ര പേര് ഇതൊന്ന് വിശ്വസിക്കുന്നു? ദൈവം നമുക്ക് ഉപകാരമേ ചെയ്തിട്ടുള്ളൂ, അല്ലേ? പലരും നമുക്ക് ഉപദ്രവം ചെയ്യാൻ കടന്നു വരുമ്പോൾ, പലരും നമ്മളെ നശിപ്പിക്കാൻ കടന്നു വരുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകത അവൻ നമുക്ക് ഉപകാരം ചെയ്യുന്ന ദൈവം. ദാവീദ് ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ കൂടെ കടന്നു പോയപ്പോഴും ദാവീദ് പറയുന്നത് ദൈവം ദാവീദിന് ഉപകാരം ചെയ്തിട്ടേ ഉള്ളൂ. ദൈവമക്കൾ, അതുകൊണ്ടാണ് ദോഷമായിട്ടൊന്നും നമ്മുടെ താഴെ നമ്മളോട് ചെയ്യുകയില്ല. അപ്പോൾ അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അവൻ നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ കർത്താവ് മോചിച്ചു തന്നത് വളരെ ഭാഗ്യമാണ്. അതായത് നമ്മുടെ പാപങ്ങൾ കർത്താവ് മോചിച്ചു തന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗഖ്യദായകനായ നമ്മുടെ ബോഡിയിൽ പലപ്പോഴും അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. ഇന്ന് പകൽക്കാലവും നിങ്ങൾ ഈ ചാപ്പൽ മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് രോഗസൗഖ്യം പ്രാപിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം നമുക്ക് രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരു രോഗം വന്നാൽ നമ്മൾ എത്ര പൈസ വേണമെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചിലവാക്കാൻ നമ്മൾ സന്നദ്ധരാ. എന്താണെന്നറിയാമോ? ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ച് ലോൺ എടുത്തൊക്കെ പോകും. എന്തിനാ? നമ്മൾക്ക് ജീവിക്കണം, അല്ലേ? അപ്പോൾ ഈ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ദൈവം പറഞ്ഞ ഒരു വാക്യമുണ്ട്, ദീർഘായുസ് കൊണ്ട്
ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. അതെന്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് ദീർഘായുസ് കൊണ്ട് എനിക്ക് തൃപ്തി തരണം. അപ്പം പിശാച് വരുന്നത് എന്തോ അറപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനും. യേശു പറഞ്ഞു, ഐ കെയിം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. സമൃദ്ധിയായ ജീവൻ തരുവാൻ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അതായത് അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മനം യഹോവയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും നമുക്ക് രോഗസൗഖ്യം മാത്രമല്ല നമ്മുടെ ശാരീരിക സൗഖ്യം തന്നു, നമുക്ക് പാപങ്ങൾക്ക് നമുക്ക് മോചനം തന്നു, നമ്മുടെ അകൃത്യമൊക്കെയും അവൻ മോചിക്കുന്ന ദൈവമാണ്. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം, 2-3 വാക്യമുണ്ട്. ആ സെയിം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം ഇങ്ങനെ ഇട്ടിരുന്നു: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. നമ്മൾ ആകാശം നമ്മുടെ മേളിൽ അല്ലേ, അപ്പം ഭൂമിക്ക് ഒരു കവറിങ് പോലെ ആകാശം എപ്പോഴും ഉണ്ട്. നമ്മൾ എവിടെ ചെന്നാലും ആകാശം ഉണ്ടല്ലോ, എവിടെ പോയാലും. അതുകൊണ്ടൊക്കെ ആ ദൈവത്തിന്റെ ദയ എന്ന് പറയും. നിങ്ങൾ എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ ദയ നമ്മളോട് കൂടെയുണ്ട്. ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മുടെ അകറ്റിയിരിക്കുന്നു. മറ്റൊരു പ്രധാന ഭാഗ്യം, അപ്പന് ഇവിടെ നാളെ ഞങ്ങൾക്ക് ഇവിടെ ഫാദേഴ്സ് ഡേ ആണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നാളെ ഫാദേഴ്സിനെ കുറിച്ച് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ ചർച്ചകളിൽ ഫാദേഴ്സിന് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കും. അവർക്ക് വേണ്ടി പ്രസംഗമൊക്കെ ആ ഫാദേഴ്സിനെ ഫോക്കസ് ചെയ്തുള്ള പ്രസംഗമാണ് നാളെ ചർച്ചകളിലൊക്കെ ഇവിടെ നടക്കുന്നത്. US നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലൊന്നും കേരളത്തിലൊന്നും അത്ര അധികമായിട്ടില്ല. ഇവിടെ മദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ ഒക്കെ വളരെ ആഘോഷിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അപ്പം മൂന്നാമത്തെ പ്രത്യേകത കരുണ, ദയ തരുന്ന ദൈവം മാത്രമല്ല, കരുണ തോന്നുന്ന ദൈവം. കരുണ എന്നുള്ള വാക്കിനർത്ഥം ഒരുപാട് മീനിങ് ഉണ്ട്. കരുണ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത, നമുക്ക് ഡിസേർവ് ചെയ്യാത്ത ചില പ്രത്യേകതകള്, ചില കാര്യങ്ങൾ നമുക്ക് തരുന്നതാണ് കരുണ എന്ന് പറയുന്നത്. നമ്മൾ ഡിസേർവ് ചെയ്യുന്നതല്ല, പക്ഷെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ടാണ് ദൈവം നമ്മളെ ഇത്രത്തോളം മാനിക്കുകയും ആദരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കണം. ഇന്ന് നിങ്ങൾ ഈ നമ്മുടെ ചാപ്പൽ സർവീസിൽ കൊടുമ്പോൾ ദൈവത്തിന്റെ ആലോചന ഇതൊക്കെയാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ഹൃദയം യഹോവയെ, നമ്മുടെ അന്തരംഗം യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടി? അവൻ നമ്മുടെ അകൃത്യങ്ങൾ മോചിച്ചു തന്നു, നമ്മളോട് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു തന്നു, നമുക്ക് സൗഖ്യദായകനായി നമ്മളെ വിടുവിക്കുന്ന കർത്താവായി നമ്മളോട് കൂടെയുണ്ട്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ദയ നമ്മളോട് കൂടെ ഇരിക്കും. നമ്മളോടുള്ള അവന്റെ കരുതല്, നമ്മളോട് കരുണ വളരെ വലുതാണ്. അതാർക്കും ചിന്തിക്കുവാൻ വയ്യ. കരുണ തോന്നുന്ന ദൈവം, ദയ തോന്നുന്ന ദൈവം. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ. നമ്മളോട് കരുണ കാണിക്കാത്ത ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു 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 താല്പര്യം വരത്തില്ല. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ കരുണ തോന്നുന്ന ദൈവമാ. യഹോവയുടെ ദയോ എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ ദൈവത്തെ നമ്മൾ സേവിച്ച നമ്മുടെ തലമുറകളിലോട്ട് നമ്മളുടെ ആ വിശ്വാസം വ്യാപിക്കും. നമ്മുടെ മക്കൾ, നമ്മുടെ മക്കളോടും ദൈവം കരുണ കാണിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന എന്തോന്നറിയാമോ? ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ജനറേഷൻ ടു ജനറേഷൻ നമുക്കുള്ള സമയം, നമുക്കുള്ള കഴിവ്, നമുക്കുള്ള താലന്ത്, നമുക്കുള്ള ചുറ്റുപാടുകൾ, നമുക്കുള്ള അനുഭവങ്ങൾ നമ്മൾ ദൈവരാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവം പറയുന്നത് അവൻ ദീർഘമായി നമ്മളോട് ക്ഷമിക്കുകയും അവന്റെ ദയ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, വരുന്ന തലമുറകൾക്ക്. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്ന, നിങ്ങൾ ഇന്ന് സമയം ഉണ്ടാക്കി ഇപ്പൊ കടന്നു വരുന്നതും നിങ്ങൾ കർത്താവിന്റെ ഉപകാരം പഠിക്കുന്നതൊക്കെ എന്തെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കട്ടെ. ഇന്നത്തെ ഈ ചാപ്പൽ സർവീസിൽ എൻ്റെ എല്ലാവിധമായ ഭാഗങ്ങളും എല്ലാവിധമായ സന്തോഷവും ഞാൻ നേരുന്നു. നിങ്ങൾ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളിൽ നിന്ന് കേൾക്കുവാനും നിങ്ങൾക്ക് ദൈവം താലന്തുകൾ ഇവിടെ വെളിപ്പെടുത്തുവാനുമുള്ള സമയം പാസ്റ്റർ ലാലു ഒരുക്കും. എല്ലാവരും സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ച് ഇന്ന് പകൽക്കാലം ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവം നമ്മളെ മാനിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു റവറൻ ഡോക്ടർ ഷാജി കെ ഡാനിയൽ. ഈ തിരക്കിന്റെ ഇടയ്ക്കിലും കടന്നു വന്ന് അല്പസമയം നമ്മോട് ചെലവഴിക്കുവാൻ കാണിച്ച നല്ല സന്മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചു. നമ്മുടെ അനുഗ്രഹീത ദൈവദാസൻ റവറൻ ഡോക്ടർ CV ആൻഡ്രൂസ് അറ്റ്ലാന്റയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഞങ്ങളുടെ ഇന്ന് ജോയിൻ ചെയ്തതിൽ സന്തോഷമുണ്ട്. വളരെ നമ്മളെ സ്നേഹിക്കുകയും
വളരെ ഉത്സാഹത്തോടെ നമ്മളെ പിന്താങ്ങുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. ഇനി പല പ്രിയപ്പെട്ടവരും തങ്ങളുടെ സാക്ഷ്യമൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയബന്ധിതമായി എല്ലാവർക്കും നമ്മൾ സമയം ക്രമീകരിക്കുന്നതാണ്. എങ്കിലും നിങ്ങൾ ബൈബിൾ കോളേജിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിക്കേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്, ഞങ്ങൾ അഭ്യസിപ്പിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം തക്കത്തിൽ പരിജ്ഞാനത്തോടെ ഉപയോഗിക്കണമെന്ന് ആദ്യം തന്നെ വളരെ വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നമ്മോടൊപ്പം ഒത്തിരി പ്രായമുള്ളവരാണ്, എന്നാൽ ചില ചെറുപ്പക്കാരും നമ്മളോടൊപ്പം പഠിക്കുവാൻ കടന്നു വരുന്നു എന്നുള്ളത് ഉത്സാഹമാണ്. നമ്മുടെ പ്രിയ എലിസബത്ത് വർഗീസ് ആന്റിയുടെ മോള് ന്യൂജേഴ്സിയിൽ നിന്ന് സിസ്റ്റർ ടിൻഡു മറിയം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മോടൊപ്പം 2 എലിസബത്ത് വർഗീസ് ഉണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്റെ പേരും എലിസബത്ത് വർഗീസ്, ഞാൻ കൺഫ്യൂഷൻ ആയി പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതൊരു പ്രൊഫസറാണ്, റിട്ടയർഡ് പ്രൊഫസർ. ഞങ്ങളുടെ ബെറ്റിയാൻഡി എന്നാണ് വീട്ടിൽ അറിയപ്പെടുന്നത്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ്. അപ്പൊ നമ്മൾ റിട്ടയർഡ് പ്രൊഫസർ എലിസബത്ത് വർഗീസിന്റെ മകൾ ടിൻഡു മറിയം നമ്മളോടൊപ്പം ന്യൂജേഴ്സി. ഒരു 2 വാക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാണ്. എന്നും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ടിൻഡു. സാർ പറഞ്ഞതുപോലെ എൻ്റെ മമ്മി അഗപ്പെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഴിഞ്ഞ വർഷത്തെ കോഴ്സിൽ മമ്മി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മമ്മി എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഒത്തിരി ബ്ലെസ്സിങ് ആയിരുന്നു മമ്മിക്ക് ഈ കോഴ്സ് എന്നുള്ളത്. അങ്ങനെ ഈ വർഷമായപ്പം മമ്മി എൻ്റെ അടുത്തും പറഞ്ഞു എനിക്കും ജോയിൻ ചെയ്യുന്നത്, എനിക്ക് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ് ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യാനിടയായത്. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വീക്ക് ആയതേ ഉള്ളൂ. എനിക്കിത് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ ബൈബിളൊക്കെ വായിക്കുമെങ്കിലും ഞാനിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാനൊരു സ്റ്റഡി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പഠിച്ചത് ഫുള്ള് എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്ന ഷാജി കെ ഡാനിയൽ സാറ്, ലാൽ സാറ്, അങ്ങനെ ഓർഗനൈസിങ് കമ്മിറ്റിയിലുള്ള എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയാണ്. അതുപോലെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരോടും ഞാൻ ഒത്തിരി താങ്ക്സ് പറയാണ്. തുടർന്നും നിങ്ങളെല്ലാവരും ദൈവം നന്നായിട്ട് ഉപയോഗിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പ്രത്യേകാൽ പ്രിയ മോളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാനും ശ്രദ്ധിച്ചു, അനേക മാതാക്കളൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചേർക്കുന്നതല്ലാതെ ആരും ജോയിൻ ചെയ്യാറില്ല. എന്നാൽ പ്രിയ മോള് ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് എല്ലാ ദിവസവും ആദ്യം തൊട്ട് അവസാനം വരെ ഇതിൽ പങ്കാളിയായിത്തീരുന്നുണ്ട്. ഞാൻ പ്രത്യേകം അത് ശ്രദ്ധിച്ചു. വളരെ എൻകറേജ് ചെയ്യുന്നു. പ്രിയ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബമായി മാനിക്കട്ടെ. ഈ ദൈവവചനം ഈ തിരക്കേറിയ സമയത്തും ജോലിയുടെ ഇടയ്ക്കൊക്കെ പഠിക്കുവാൻ കാണിക്കുന്ന ഈ സന്മനസ് അത് അനുഗ്രഹമായി തീരും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ അതിനെ ഉത്സാഹിപ്പിച്ച, അതിന് മാതൃക കാട്ടിയ ആ പ്രിയ മാതാവിനെയും തന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അഗാപ്പെ ചർച്ച് അഭിനന്ദിക്കുന്നു. ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതുപോലെ ഇനി പല പ്രിയപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്. പ്രിയ സിസ്റ്റർ ഷീല ബാബു ചില നല്ല വാക്കുകൾ പറയും. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന പ്രിയ ദാസിയാണ്. ഒരു പാസ്റ്ററുടെ, ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററുടെ വൈഫാണ്. തൃശ്ശൂരിൽ നിന്ന് വളരെ നല്ല ഉത്സാഹത്തോടെ ജോയിൻ ചെയ്യുന്ന പ്രിയ സഹോദരി ചുരുക്കം വാക്കുകളിൽ ചില വാക്കുകൾ പറയും. പെട്ടെന്ന് പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളുടെ അഗപ്പെ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഷായി സാറ്, അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ലാലു സാർ, നമുക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ്സുകൾ നിർവഹിച്ചു തരുന്ന എല്ലാ സാറുമാർക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എൻ്റെ സ്നേഹത്തെ വന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. എൻ്റെ പെട്ടെന്ന് ഒരു ചെറിയ ടെസ്റ്റ് മണി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും 1996 കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും 1996 നവംബർ 23 ഞങ്ങൾക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ, യേശുവിനോട് ചേരുവാനൊക്കെ ദൈവം കൃപ നൽകി. കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ തേടിയെത്തി. ഈ ദൈവകൃപയിൽ ജീവനുള്ള ദേശത്ത് ഞങ്ങളെ ദൈവം ആക്കി വെച്ചു. കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. എൻ്റെ ഇളയ മകൻ ഡാനിഷിന്റെ ഭാര്യ, എൻ്റെ ഇളയ മകള് ഈ ബൈബിൾ കോളേജിൽ സജീവമാണ്.
എനിക്കും മകൾക്കും രണ്ടുപേർക്കും, അമ്മയ്ക്കും മകൾക്കും തിരുവചനം പഠിപ്പാൻ ഈ അഗപ്പെ ബൈബിൾ കോളേജിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളായിരിക്കാൻ നൽകിയ ദൈവത്തിന്റെ വലിയ ഭാഗ്യത്തെ ഓർത്ത് അതെനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വലിയൊരു ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ 2026 ജനുവരി 19 ചച്ചക്കോട് കേരള സ്റ്റേറ്റ് ജനറൽ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ കടന്നു പോകാനുള്ള എല്ലാവിധ ഇതോടുകൂടി ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിതാവും കൂടി ഞങ്ങൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് കാറ് പെട്ടെന്ന് കർത്തൃദാസിൽ നിന്നും അത് നിയന്ത്രണം വിട്ട് വലിയൊരു പടുകൂറ്റൻ ഒരു വലിയ മരത്തിൽ ചെന്നിടിക്കുകയും വലിയൊരു അപകടം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ തക്കണിടയായി. എന്നാലും ആ വാഹനം കണ്ടവരും അപകടം നേരിട്ട് കണ്ടവരും ആ വാഹനത്തിലുള്ള ആരും തന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ഥാനത്ത് 69 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. ഹല്ലേലൂയ. അതേ കർത്താവിന്റെ ജീവഭാണ്ഡത്തിലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ചു. ആ അപകടത്തിൽ ഞങ്ങള് തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സ്ഥാനത്ത് ലാലു സാറ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലായിരുന്നപ്പോ വളരെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എല്ലാ ദൈവജനവും ഞങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിച്ചു. ആ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലും ഒരു കോട്ടയുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അതിനുവേണ്ടി ആഹ്വാനം ചെയ്ത ലാലു സാറിനോടും അതുപോലെ ബൈബിൾ കോളേജിലുള്ള എല്ലാ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള എല്ലാ ദൈവജനത്തോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുപോലെ അങ്ങനെയുള്ള അപകടത്തില് മാത്രമല്ല ഫസ്റ്റ് സെമസ്റ്ററിലായിരുന്ന പാസ്റ്റർ ചാക്കോ പാസ്റ്റർ, അതുപോലെ ജോയിക്കുട്ടി പാസ്റ്റർ, ഇവരൊക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരികയും അഗാപ്പയുടെ പേരിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ആശ്വാസിപ്പാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വാത്സല്യ പിതാവ് ഞങ്ങളുടെ കൂടെ അപകടത്തിലുണ്ടായിരുന്നു. 89 വയസ്സും അത്രയും പ്രായാധിക്യത്തിലുള്ളതായതുകൊണ്ട് പിതാവിന് നല്ല പോലെ ആക്സിഡന്റിൽ കാര്യമായിട്ടുണ്ടായിരുന്നു. 2 മാസക്കാലം ആള് കിടപ്പിലായി. മാർച്ച് 20 താൻ പ്രിയവച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനൊക്കെ ഇടയായി. ഞങ്ങള് 20 വർഷക്കാലമായി ചച്ചക്കോടിന്റെ ഫുൾ ഹോസ്പിറ്റൽ മുളക്കുഴ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആസ്ഥാനമായി 20 വർഷത്തിലേറെ കർത്തൃവേലയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ പാവർട്ടി എന്ന സ്ഥലത്താണ് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തും, എനിക്ക് 2 ആമക്കളാണ്, അവരെ കുടുംബത്തെ ഓർത്തും ഞങ്ങളുടെ കുടുംബത്തെ ശുശ്രൂഷയോർത്ത് ഞങ്ങളുടെ ദൈവസഭയുടെ വലിയൊരു വിശാലതയ്ക്കോ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന റിക്വസ്റ്റ് ചോദിച്ചുകൊണ്ട് എനിക്ക് ഇപ്രകാരം ഒരു സാക്ഷ്യത്തിന് വേണ്ടി വേദി ഒരുക്കി തന്ന ലാലു സാറിനുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ടെസ്റ്റിമണിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. വളരെ നല്ലൊരു സാക്ഷ്യം കേൾപ്പാൻ ദൈവം ഇടയാക്കി തീർന്നല്ലോ. കർത്താവിന്റെ ദാസി അനേകരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആ പ്രത്യേക സാഹചര്യത്തിൽ വിളിക്കുവാനും നമുക്ക് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ സഹായിക്കട്ടെ. നല്ല സാക്ഷ്യങ്ങള്, നല്ല വാക്കുകൾക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക നമ്മുടെ പാസ്റ്റർ CB ആൻഡ്രൂസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അദ്ദേഹത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകവും സഭകളും ജീവികളെ പറ്റിയൊക്കെയാണ് കേട്ടേക്കുന്നത്. ഇന്നൊരു നല്ല ആശംസ അദ്ദേഹം ചുരുക്കം വാക്കുകളിൽ അദ്ദേഹം പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. രാവിലെ അല്പം ബന്ധപ്പാടിലായിരുന്നു. ചാപ്പൽ സർവീസ് ഇടയിൽ കയറിയില്ല. എന്നാന്ന് എന്നെ ആരും കാണാതെ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ എൻ്റെ പേര് വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജ് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അത് പഠിപ്പിക്കാൻ എനിക്കും ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ദൈവദാസന്മാരെയും കണ്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ വേറൊരു പല മീറ്റിങ്ങുകളിൽ ദൈവത്തിന് സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊന്ന് ഓടി വന്ന് കയറി എല്ലാവരും ഒന്ന് കാണാമെന്ന് കയറിയതാണ്, സംസാരിക്കാൻ വേണ്ടി കയറിയതല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട് നടക്കുന്ന
സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു ബൈബിൾ കോളേജാണ് അഗാപ്പെ ബൈബിൾ കോളേജ്. ഞാൻ പല ബൈബിൾ കോളേജിലും പഠിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും നല്ല നിലയിൽ നല്ല ഡിഗ്രി ഒക്കെ കൊടുത്ത് ആദരിക്കുന്ന പ്രശംസനീയമായ ഒരു ബൈബിൾ കോളേജാണ് ലാഡു സാറും നമ്മുടെ ഷാജി കെ ദാനിയൽ സാറും നടത്തുന്നത്. അതിൽ ദൈവദിനം പങ്കിടുവാനും പ്രവചന വിഷയങ്ങൾ പങ്കിടുവാനും ദൈവം എനിക്ക് അവസരം തന്നു. അതെല്ലാ വ്യാഴാഴ്ചയും ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ വിശ്വസ്ത പാലിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ട സന്തോഷമുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം കേട്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ദൈവദാസന്മാരായിരിക്കുന്ന ഷാജി കെ ദാനിയൽ സാറിനെയും ലാലു ജേക്കബ് സാറിനെയും ദൈവം വീണ്ടും കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാപ്പിൾ സർവീസ് സംബന്ധിച്ച് നിങ്ങളെല്ലാവരുടെയും മുഖം കണ്ടതിൽ ഞാൻ സന്തോഷിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നല്ല വാക്കുകൾക്ക് നന്ദി. ഒത്തിരി ബൈബിൾ ക്ലാസ്സുകൾ ഓൺലൈനിൽ എടുക്കുന്ന ഒരു ശ്രേഷ്ഠ കർത്താവിന്റെ ദാസനാണ്. നമ്മളെയും സ്നേഹിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ എടുക്കാൻ ദൈവം തന്നെ ശക്തീകരിക്കട്ടെ. ശക്തീകരിക്കുന്നല്ലോ, പ്രത്യേക നന്ദി അറിയിക്കുന്നു. നല്ല വാക്കുകൾക്ക് നന്ദി. ഇനിയും പല പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. അവരെ ഓർത്ത് അവർക്ക് എല്ലാവർക്കും ഒക്കെ സമയം എത്രത്തോളം കൊടുക്കുവാൻ കഴിയും എന്നറിയില്ല. നമ്മുടെ ഒരു അനുഗ്രഹീത ദൈവദാസൻ റവറൻഡ് ഡോക്ടർ എബ്രഹാം ടൈറ്റസ് ദമാമിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വചനവും നമുക്ക് കേൾക്കണം. എന്നാൽ ചില പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞതുകൊണ്ട് പ്രിയ കൊച്ചുമോൾ ജസ്റ്റിൻ ചില വാക്കുകൾ പറയും. ചില കൊച്ചുമോൾ ജസ്റ്റിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അഗാപ്പെ ബൈബിൾ കോളേജിൽ വചനം പഠിക്കുവാൻ എനിക്ക് കൃപ തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞങ്ങൾ കുടുംബമായി സുവിശേഷ വേലയിൽ തൊടുപുഴ എന്ന സ്ഥലത്താണ്, കാൽവറി മിനിസ്ട്രീസ് എന്ന മിനിസ്ട്രിയിലാണ് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നത്. ഞാൻ 2 വർഷമായി ക്യാൻസറിന്റെ രോഗത്താൽ വളരെ ഭാരപ്പെട്ടു. എന്നാൽ ക്യാൻസറിനെ പൊരുതി അതിനെ ജയിച്ച് ഇപ്പോൾ ജീവനുള്ളവർ ദേശത്ത് ജീവനുള്ള സാക്ഷിയായി ജീവനൊക്കെ കർത്താവ് നിലനിർത്തി. പല ഡോക്ടർമാരും വിധി എഴുതിയ സ്ഥാനത്ത് കർത്താവിനെ ഇന്നോളം നിലനിർത്തിയിരിക്കുന്നു. ഇതിലെ ആശയാന്റെയാണ്, ആശാ ബദലാണ് ഞങ്ങളെ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തുവാനും ജേക്കബ് പാസ്റ്ററുമായിട്ടൊക്കെ പരിചയപ്പെടുത്തിയത്. അതിൽ 2-3 സഹോദരിമാരെ കൂടെയും ഞങ്ങൾ ഇതിൽ കൂടി പരിചയപ്പെടുത്തുവാൻ കർത്താവ് ഇടന്നു. അവരൊക്കെയും ദൈവവചനം പഠിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമാണ്. ഞങ്ങളുടെ സഭയിലുള്ളവരൊക്കെയാണ്. ഷീജ റോബിൻ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗോവയിൽ അവർ കർത്താവിന്റെ വേല ചെയ്യുന്നു. പിന്നെ ഫിലോമിനി ആന്റി, ഓമനി അമ്മച്ചി ഒക്കെയും ഉണ്ട് ഇതിനകത്ത്. ഇവരെയൊക്കെയും കാണുവാനും അവരോട് ഒന്നിച്ച് ദൈവവചനം പഠിക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസരമൊരുക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 3 സർജറി കഴിഞ്ഞു, 8 കീമോതെറാപ്പി, 3 റേഡിയേഷൻ ഒക്കെയും കഴിഞ്ഞു. ഡോക്ടർമാർ പലതും വിധി എഴുതിയ സ്ഥാനത്ത് രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ ഒരു ക്യാൻസർ സെല്ല് പോലും നിന്റെ ശരീരത്തില്ലെന്ന്, ഇതൊരു മറൈക്കളാണെന്ന് ഡോക്ടർമാർ വായിൽ നിന്ന് തന്നെ കേൾക്കുവാൻ കർത്താവ് കൃപ തന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ തൊടുപുഴയിൽ സുവിശേഷ വേലയിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ മുസ്ലിംസ് ഏരിയയാണ് കൂടുതൽ. എന്നാലും കർത്താവിന്റെ വേലയിൽ ഉറച്ചുനിന്ന് അന്ത്യം വരെയും ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് 2 മക്കളാണ്. മോൾ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോന് എക്സ്റേ MRI പഠിച്ച് കുവൈറ്റിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിസ വന്ന സമയത്താണ് ആ യുദ്ധം നടന്നത്. അന്നേരപ്പോൾ അവന് കടന്നു പോകാൻ സാധിച്ചു. ഇപ്പോൾ വീണ്ടും വിസ വന്നു. അവൻ കടന്നു പോകാനും ആഗ്രഹിച്ച് മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു. ആ വിഷയം ഓർത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് എവിടെ അയക്കുന്നു അവിടെ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷിയിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും പെട്ടെന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സിസ്റ്റർ സാലി കുവൈറ്റ് നമ്മോടൊപ്പം ആദ്യം തൊട്ട് വളരെ അനുഗ്രഹീതമായ രീതിയിൽ കുവൈറ്റിൽ നിന്ന് താൻ ജോയിൻ ചെയ്യുന്ന പ്രിയ സഹോദരിയാണ്. ഒത്തിരി പേരെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രിയ സഹോദരിയാണ്. ഹല്ലേലൂയ. തുടർന്ന് താൻ ചില വാക്കുകൾ പെട്ടെന്ന് പറയും. പ്രിയ സാലി കുവൈറ്റ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഇങ്ങനെ ഈ അഗാപ്പെ ബൈബിൾ കോളേജിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാനും എല്ലാവരെയും കാണുവാനും നമ്മുടെ അധ്യാപകരെയൊക്കെ കാണുവാനും ഒക്കെ ഇടയായി ഞാൻ ആദ്യം ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചതൊന്നും ആയിരുന്നില്ല. ഇത് എന്തോ ദൈവത്തിന്റെ ഹിതം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവസരം ലാൽ സാറ് തന്നു. എന്നോട് പറഞ്ഞു വളരെ ചുരുക്കി വേഗം പറയണം എന്ന് പറഞ്ഞു. ഒരു സാക്ഷ്യമൊക്കെ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാക്ഷ്യം പറയാനുള്ള സമയവും സന്ദർഭമാണ്. പക്ഷെ സമയം ഇല്ലാത്തത് കൊണ്ട്
ഞാൻ വളരെ ചുരുക്കി മാത്രം പറയുകയാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം തന്നെ, കഴിഞ്ഞ ആഴ്ചയില് നടന്ന നമ്മുടെ ചാപ്പൽ സർവീസില് ഷാജി സാർ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. നിങ്ങൾ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അത് നിശ്ചയമായിട്ടും അത് വിനിയോഗിക്കണമെന്നും കർത്താവിന്റെ സാക്ഷിയായി തീരണമെന്നും പറഞ്ഞു. അവസരം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എന്നെ വിളിക്കുന്നതാണ്, 1-2 സഭകളിൽ പോയി പ്രസംഗിക്കണം, അല്ലെങ്കിൽ സാക്ഷിയാകണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാനത് ഇങ്ങനെ എന്ത് വേണം എന്ന് വിചാരിച്ച് നിരസിച്ചിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പുറത്തു പോയി ഒന്നും സാക്ഷ്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ആണ് ഞാന് ഈ ഷാജി സാറിന്റെ ഒറ്റ വാക്ക് വർഷമായി ഞാൻ ഇവിടെ ഇരിക്കുന്നുവെന്ന് നിശ്ചയമായും വർഷങ്ങൾ മുമ്പേ തന്നെ നമ്മളിവിടെ ഉള്ള അധ്യാപകർക്കും എന്നെ അറിയാം. അതുകൊണ്ട് വചനം എന്ന വിത്ത് ഞാൻ വളരെ ഏറെ ശേഖരിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ ഈ കോറ്റിൽ നിന്ന് ലഗേജിൽ കൊണ്ടുപോകാൻ പോലും പറ്റിയല്ല, അത്രയ്ക്കും ഉണ്ട്. കാരണം മിനിമം ലഗേജ് പോലും കൊണ്ടുപോകാൻ പറ്റില്ലാത്ത വിധത്തിൽ എനിക്ക് ഗ്രന്ഥങ്ങൾ പോലെ ഞാൻ നോട്ട്സ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള നോട്ടുണ്ട്, അങ്ങനെയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് വലിയ ആഗ്രഹമാണ് കർത്താവിന്റെ വേല ചെയ്യാൻ. അപ്പം ഞാൻ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗ്രാജുവേഷൻ ചടങ്ങില് എനിക്ക് പങ്കെടുക്കണം വലിയ ആഗ്രഹിച്ച് ടിക്കറ്റൊക്കെ ഓക്കെ ആക്കിയതാണ്. പക്ഷെ ഇവിടെ യുദ്ധത്തിന്റെ പ്രതിസന്ധി മൂലം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയും കൂടെ വന്നത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ഗ്രാജുവേഷൻ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഏറെ പെറുക്കിയവർക്ക് ഏറെ വിതയ്ക്കാൻ കഴിയും എന്ന് ഉള്ള ആ വാക്ക് ഷാജി സാർ പറഞ്ഞു. അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പെറുക്കിയ വിത്തുകളൊക്കെ ഞാൻ ഒരു ദിവസം വിതയ്ക്കും. അപ്പം ഞാൻ ഇപ്പോഴത്തെ കാലം ഞാൻ ഇത്രയും വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമയക്കുറവാണ്, മറ്റൊന്നുമല്ല. അത് എനിക്ക് അവസരം തന്ന ലാലു സാറിനും എല്ലാം സന്തോഷം. അതുപോലെ ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ചത് നമ്മുടെ CV സാറിന്റെയും PG മത്തി സാറ്, സാക്ഷ് സാറ്, ഇവരുടെയൊക്കെ ക്ലാസ്, ഷാൻ സാറിന്റെയൊക്കെ ക്ലാസ്, അത് ഭയങ്കര ഒരു പ്രാവശ്യമല്ല, ഞാൻ പല പ്രാവശ്യം അത് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. നിരന്തരം യൂട്യൂബിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടും അത് വലിയ ഭാഗ്യമാണ്. ഒരിക്കൽ കൂടി ഈ അഗപ്പെ ബൈബിൾ കോളേജിന് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യം. ശിഷ്യൻ ഗുരുവിനും മീതെയല്ല, ദാസൻ യജമാനനും മീതെയല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനും മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. ഓക്കെ, ഗോഡ് ബ്ലസ് യു. പേരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ സഹോദരിയാണ്. പ്രത്യേക നല്ല വാക്കുകൾക്ക് നന്ദി. ദൈവം സഹായിക്കട്ടെ. ഇനി ഒരാളോട് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, ഞാൻ ആ പേര് വിട്ടുപോയി. ആരായിരുന്നു? എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, സാക്ഷി പറയണമെന്ന്. പ്രിയാശി ആരായിരുന്നു? ജോയിൻ ചെയ്തിട്ടുണ്ടോ? അഗാപ്പ ബൈബിൾ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും ദൈവഭൃത്യന്മാരുടെ മുമ്പാകെ ഒരു സാക്ഷിയെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ട ലാലു സാറെ, ഹല്ലേലൂയ, ഷാജി സാറെ, എല്ലാവരുടെയും മുന്നില് ഒരു വലിയ സാക്ഷിയായി സ്വർഗത്തിലെ അപ്പച്ചൻ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാന് ഇതിനകത്ത് ചേരുവാൻ കാരണമായത് പ്രിൻസ് ബ്രദർ ദോഹയെന്ന് ഓമന വർഗീസ് ആന്റി മുഖേനയാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ പലരെയും ചേർക്കാനിടയായി. നല്ല വെളിപ്പാട് പുസ്തകത്തിലാണ് എനിക്ക് കൂടുതലും പഠിക്കാൻ ആഗ്രഹം. സാറിന് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേക സൂമിലും സാറിന്റെ ആ വെളിപ്പാടിനെ പറ്റി കേൾക്കുവാനിടയായി.
ആഴത്തിൽ ദൈവത്തെ അറിയാൻ ഈ മിനിസ്ട്രി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന ഈ ബൈബിൾ കോളേജിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ശുശ്രൂഷയിലെ ബാംഗ്ലൂർ പട്ടണത്തിലായിരിക്കുന്നു. എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതുവരെ ദൈവം നിർത്തി. ഞങ്ങൾ 15 വർഷമായി നായർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സകലതിനെയും വിട്ട് എൻ്റെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ ഒറ്റയ്ക്ക് കടന്ന് ഞങ്ങൾ കുടുംബമായി വന്നതാണ്. ഇന്നെല്ലാം ഞങ്ങൾക്കുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോള് BSc നേഴ്സ്, മോളെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. മോനും എൻ്റെ കൂടെ ഈ ബൈബിൾ കോളേജിലുണ്ട്. പിന്നെ എൻ്റെ കൊച്ചുമോള് BA LLBക്ക് പഠിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥനകൾ പൂർണ്ണമായി സുവിശേഷ വേലയിൽ ഞങ്ങൾ കുടുംബമായി ഇരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. നല്ല ദൈവത്തെ ആരാധിക്കാൻ, സ്നേഹിക്കാൻ എനിക്ക് ഇടയാതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദൈവഭൃത്യന്മാരുടെ മുമ്പാകെ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. പ്രിയ സിസ്റ്റർ ആശ ബദേലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താനും ഇപ്പോൾ ഒത്തിരി പേരെ ചേർക്കുന്നുണ്ട്. ദൈവം തന്റെ ആ ഉത്സാഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. ഇനി ഒത്തിരി പേർക്ക് പരിചയപ്പെടുവാനും ഒക്കെ ആഗ്രഹമുണ്ടെന്നറിയാം. പ്രത്യേക ഫിലദൽഫിയയിൽ നിന്ന് പ്രിയ ജോർജ് വർഗീസ് പാസ്റ്റർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അടുത്ത വെള്ളിയാഴ്ച ഇൻസ്റ്റഡ് ഓഫ് PG മാത്യു സാറിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടക്കുക, അതിന് പകരമായിട്ട് അദ്ദേഹം ചില ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. ദൈവം തന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നടത്തുകയും ചെയ്യട്ടെ. പ്രത്യേകാൽ പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് ദൈവം, എനിക്കറിയാം ഒത്തിരി പേർക്ക് പരിചയപ്പെടാനൊക്കെ സമയം എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് അതിന് സമയം മുതിരുന്നില്ല. ദൈവം തന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്നലെ നമ്മുടെ സാക്സാറ് പാടണമെന്ന് പറഞ്ഞ ഒരു പാട്ടിന്റെ ലിറിക്സ് എനിക്ക് ലഭിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ലൈൻ മാത്രം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം ടൈറ്റസ് പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. അദ്ദേഹം പാടണമെന്ന് പറഞ്ഞെങ്കിലും ആ ലിറിക്സ് ഇന്നലെ എനിക്ക് ലഭ്യമായില്ല. എന്നാൽ ഇന്ന് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അതിന്റെ ആദ്യവും പെട്ടെന്ന് കിട്ടിയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് താൻ എടുത്ത ക്ലാസ്സിനോടനുബന്ധിച്ച് പറഞ്ഞ ചില വാക്കുകളാണ്. അത് ഒന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആരും കൂടെ ദയവായിട്ട് പാടരുത്. സൂമിലായോണ്ട് കൂടെ പാടാൻ അത് ബുദ്ധിമുട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകരാജ്യം അസ്തമിക്കാറാ, വേഗരാജ്യം വേഗമിത ആഗമിക്കാറാ. ഈ ലോകരാജ്യം അസ്തമിക്കാറാ, ഈ ലോകരാജ്യം വേഗമിത ആഗമിക്കാറാ. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. അന്ത്യകാലം വന്നാടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്, അന്ത്യകാലം വന്നാടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ, ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ പാടുവാൻ സമയം എടുക്കുന്നില്ല. തുടർന്ന് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ എബ്രഹാം ടൈറ്റസ്, അദ്ദേഹത്തെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിന് ഏറ്റവും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. താൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു അനുഗ്രഹീത ശുശ്രൂഷകനാണ്. തന്റെ കൺവെൻഷൻ വേദികളിലൊക്കെ നാട്ടിലും ഒക്കെ പ്രസംഗിക്കുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൽഷദായി മിനിസ്ട്രീസ് എന്ന പേരിൽ താൻ ഒരു മിനിസ്ട്രിയും നടത്തുന്നുണ്ട്. ദമാമില് അദ്ദേഹത്തിന്റെ ചർച്ചിലും അവിടെ കമ്പൈൻ വർഷിപ്പിലൊക്കെ പോയി ദൈവവചനം പങ്കുവെക്കുവാനൊക്കെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഞങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനുമായി സ്തോത്രം. തുടർന്നുള്ള ദൈവവചനത്തിനായി ശ്രേഷ്ഠ കർത്താവിന്റെ ദാസൻ റവറൻ എബ്രഹാം ടൈറ്റസിനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. കേൾക്കുന്നില്ല മാസ്റ്റർ, കേൾക്കുന്നില്ല. മ്യൂട്ടാ പാസ്റ്ററെ, മ്യൂട്ടാ. മ്യൂട്ടല്ല, എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. പാസ്റ്റർ അല്ലാതെ പറഞ്ഞാൽ മതിയായിരിക്കും.
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? Yes, Pastor. കേക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ അഗപ്പെ ബൈബിൾ കോളേജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചാപ്പൽ സർവീസിൽ നിങ്ങളോട് ഒരുമിച്ച് പങ്കാളിത്തം വഹിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം ജൂലൈ മാസത്തിൽ അഗപ്പെ ചർച്ചിൽ പല പ്രാവശ്യം സംബന്ധിപ്പാൻ തക്കവണ്ണം, നിങ്ങളുടെ ഫിസിക്കൽ സഭായോഗത്തിലൊക്കെ സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന്റെ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലു ജേക്കബ് അവറുകൾക്കായിട്ടും ഇതിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ഷാജി ഡാനിയേൽ അവറുകൾക്കും, എൻ്റെ ഗുരുസ്ഥായിയായി നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് അവറുകൾക്കും, മറ്റ് എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും, ദൈവജനത്തിനും ദൈവദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. 1-2 പ്രാവശ്യം ഈ ചാപ്പൽ സർവീസിൽ എനിക്ക് പങ്കാളിത്തം വഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ബൈബിൾ കോളേജിനെ കുറിച്ച് ഞാൻ കേട്ടു. ഫിസിക്കലായിട്ട് ഒരു പ്രാവശ്യം പത്തനംതിട്ടയുള്ളതായിരിക്കുന്ന ആ ഒരു സംവിധാനത്തിൽ കടന്ന് ശുശ്രൂഷിപ്പാനും കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞുവെക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ജീവിതങ്ങളുടെ മുമ്പിലാത്രേ ഞാൻ ആയിരിക്കുന്നതെന്ന് ഉത്തമമായ ബോധ്യത്തോടുകൂടെ തന്നെ എന്നിൽ സംക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിന് ആധാരമായി പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം മോശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ കയ്യിലുള്ളത് എന്ത്? അവൻ പറഞ്ഞു, അതൊരു വടിയാകുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഈ വടിയെക്കുറിച്ച് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അല്പസമയം ഞാൻ ദൈവസന്നിധിയിൽ സമയത്തെ വേർതിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധയോടുകൂടെ ഈ വചനങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഞങ്ങളിപ്പോഴായിരിക്കുന്നത് സൗദി അറേബ്യയുടെ മണ്ണിലാണ്. ഏകദേശം 39-40 വർഷത്തിൽ കൂടുതലായി എനിക്ക് സൗദി അറേബ്യയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 46 വർഷമായി പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്. ഞാൻ ബോംബെയിൽ പഠിക്കുന്ന സമയത്തത്രേ CV ആൻഡ്രൂസ് പാസ്റ്ററുമായിട്ട് പരിചയപ്പെടുവാനും അദ്ദേഹത്തിൽ നിലനിന്നിരുന്നതായിരിക്കുന്ന ഒരു സുവിശേഷാത്മാവിനെ തിരിച്ചറിയുവാനും നിരന്തരമായി അദ്ദേഹം ബോംബെയിൽ വ്യത്യസ്ത ഇടങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന ബൈബിൾ ക്ലാസുകൾ എക്കാലത്തുമുള്ള ജനത്തെ വചന പഠനത്തിൻ്റെ നിറവുകളിലേക്ക് നടത്തപ്പെടുവാനും യഹോവയായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. മോശയുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പുറപ്പാട് പുസ്തകം 3-4 അധ്യായങ്ങൾ വിരൽ ചൂണ്ടുന്നു. ജീവിതങ്ങളെ എക്കാലത്തും ഒരു മാറ്റത്തിന് വിധേയപ്പെടുത്തുന്നതായിരിക്കുന്ന ഒന്ന് ഒരു എൻകൗണ്ടറാണ്. ഇന്ന് രാത്രിയിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നതിലോ ഒത്തിരി ജാഗരിക്കുന്നതിലോ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നതിലോ ഒരുപാട് വചനം പഠിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരുപാട് മീറ്റിങ്ങുകൾക്കകത്ത് നാം പങ്കെടുക്കുന്നതിലോ അല്ല,
വാസ്തവമായ ഒരു എൻകൗണ്ടറാണ് ഒരു പരിവർത്തനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതി. അതിൻ്റെ അർത്ഥം ഇത് വേണ്ട എന്നല്ല. എല്ലാ കാര്യങ്ങളും അത് അതിൻ്റെ ചിട്ടയിലും അതിൻ്റെ ക്രമീകരണത്തിലും സംഭവിക്കണം. പക്ഷേ ഒരു എൻകൗണ്ടറാണ് ഒരു മനുഷ്യനെ മാറ്റുന്നത്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ നരനെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത പലതിനെയും അനുഗ്രഹിക്കപ്പെട്ട വേദികളിലേക്ക് ആനയിച്ചത് മുഴുവനും ഒരു എൻകൗണ്ടറിൻ്റെ ഒരു സന്നിധിയിലാണ്. ഒരു എൻകൗണ്ടറാണ് നമ്മുടെ ജീവിതത്തെ ഒരു നന്നായിരിക്കുന്ന ഒരു പന്താവിലേക്ക് നടത്തുന്നത്. ഈ മോശയ്ക്ക് യഹോവയുടെ എൻകൗണ്ടർ സംഭവിക്കുമ്പോൾ 80 വയസ്സ് പ്രായമുണ്ട്. ഒരു യൗവനക്കാരനല്ല, ഒരു വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ആയുസ് ഏകദേശം 80 മുതൽ 120 വരെ മാക്സിമം ഉള്ള ഒരു കാലഘട്ടത്തിൽ ആയുസിന്റെ 2/3 കടന്നു പോയിരിക്കുന്ന ഈ മോശ 80-ാമത്തെ വയസ്സിൽ അവനൊരു എൻകൗണ്ടർ നടക്കുകയാണ്. അപ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ എൻകൗണ്ടർ പ്രായഭേദമന്യേ എക്കാലത്തും സംഭവിക്കാം. 85 വയസ്സ് പ്രായമുള്ള ഹഗ്ഗായി പ്രവാചകൻ ഒരു എൻകൗണ്ടർ നടന്നതുപോലെ 14 വയസ്സ് പ്രായമുള്ള സക്രിയാവിനും ഒരു എൻകൗണ്ടർ നടന്നു. ഇത് രണ്ടും ഒരേ സംഭവം ഒരേ കാലഘട്ടത്തിൽ സംഭവിച്ചതാണെങ്കിൽ ആമേൻ, നിങ്ങൾ യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ പ്രാവചനിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞിടത്ത് യൗവനക്കാരെയും ആമേൻ ഇളം പ്രായക്കാരെയും വയോധികരെയും മധ്യവയസ്കരെയും ഒഴിച്ചുകൂടാൻ കഴിയാത്ത നിലകളിൽ യോവേൽ പ്രവാചകൻ പ്രതിപാദിച്ച് പ്രവചിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഈ കാലഘട്ടത്തിൽ വേണ്ടിയത് ഒരു എൻകൗണ്ടറാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു എൻകൗണ്ടർ ആമേൻ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ഇതുപോലെ എൻകൗണ്ടർ നടന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആമേൻ അവരിൽ ഉണ്ടായതായിരിക്കുന്ന പ്രകടമായ വ്യതിയാനത്തെയും വ്യത്യാസത്തെയും എനിക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ആ നിലകളിലേക്ക് പല വ്യക്തികളിലേക്ക് ഞാൻ പോകാതെ ഈ ഒരൊറ്റ സബ്ജക്റ്റിൽ ഞാൻ പിടിച്ചു നിന്നുകൊണ്ട് ഇന്നു രാത്രിയിൽ നിങ്ങളോട് ഈ ആധികാരികമായിരിക്കുന്ന വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ലഭിച്ച പരിമിതമായിരിക്കുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ പ്രിയമുള്ളവരെ 80 വയസ്സുവരെ ഈ മോശ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. 40-ാമത്തെ വയസ്സിൽ തൻ്റെ ജനത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന എരിവ് ഈ മോശയെ അടാലാകർഷിക്കുകയും അത് വ്യാപരിക്കുകയും അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മോശ ആഗ്രഹിച്ചു. അവന്റെ കൈക്കരുത്തിന്റെ പലതും ചെയ്തു കൂട്ടി അവനെ കൊണ്ട് ചിലത് ചെയ്തെടുപ്പാൻ്റെ വണ്ണം മോശ ആഗ്രഹിച്ചുവെങ്കിലും ആമേൻ മനുഷ്യൻ്റെതായിരിക്കുന്ന പ്രയത്നം വിഫലമാകുന്നു എന്ന് ആമേൻ യഹോവയായ ദൈവം മോശയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് കർത്താവിന് സ്തോത്രം, നിന്റേതായിരിക്കുന്ന ശക്തി കൊണ്ടല്ല, മറിച്ച് ഈ ഒരു എൻകൗണ്ടർ സംഭവിക്കുമ്പോൾ ഈ ജനത്തെ എങ്ങനെ ഈ റമസോസിൽ നിന്നും പുറപ്പെടുവിക്കാമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നതുപോലെ കുഞ്ഞെ നമ്മുടെ മസിൽ പവർ കൊണ്ടല്ല ഒരാത്മീക ജീവിതം വിജയമാകുന്നത്. നമ്മുടെ പാണ്ഡിത്യം കൊണ്ടല്ല ആമേൻ നമ്മുടെ ഒരു ശുശ്രൂഷ വിജയമാകുന്നത്. കുടുംബ മഹിമകൾ കൊണ്ടല്ല ശുശ്രൂഷ വിജയകരമാകുന്നത്. മറിച്ച് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു സമയത്ത് ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു മേഖലയിലേക്ക് നാം വരുമ്പോഴാണ് പ്രയോജനകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ദൗത്യം നമ്മിൽ കൂടെ ചെയ്യുവാൻ വണ്ണം കഴിയുകയുള്ളൂ. ചിലരും ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ചെയ്യാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അതിന്ന് ഈ രാത്രികാലം മാറ്റിവെച്ചിട്ട് ദൈവം നിയമിക്കുന്ന ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ നമ്മളെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
ഒരായുധമില്ല. നിങ്ങൾക്കറിയാം, ആ കാലക്കണക്ക് നോക്കുമ്പോൾ 6,00,000 ചില്ലുവാനം, 6,03,555 എന്നൊക്കെ കണക്ക് പറയുന്നുണ്ടെങ്കിലും അത്രയും പുരുഷന്മാരെയും അത്രയും അതിന് തക്കതായിരിക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുകുട്ടികളെയും രമസോസിന്റെ പിടിയിൽ നിന്നും മിസ്രൈമെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുപോകാൻ മോശെ എന്നുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം നിയോഗിക്കുമ്പോൾ അവന്റെ കയ്യിലിരുന്ന ഒരു വടിയെ നോക്കിക്കൊണ്ട് യഹോവയായി ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത്? കർത്താവിന് സ്തോത്രം. ഈ വടി എന്താകുന്നു എന്ന് ചോദിച്ചാൽ അവൻ മോശെ പറയും, ഈ വടി എനിക്കൊത്തിരി കാര്യങ്ങൾ പറയുവാനൊക്കെ വണ്ണമുണ്ട്. ഒരറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ അറ്റം എൻ്റെ കൈക്ക് തഴമ്പ് തന്ന കാമൻ ഒരു വടിയാണ്. ഈ വടി കൊണ്ടാണ് കഴിഞ്ഞ 40 വർഷക്കാലം ഈ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നത്. ഈ കാമൻ, ഈ വടിയുടെ ഒരറ്റം നിങ്ങൾ പരിശോധിക്കുമ്പോൾ എൻ്റെ കൈയുടെ ചൂട് അതിൻ്റെ മേലുണ്ട്. ആമേൻ. എൻ്റെ കൈക്ക് ഈ കാണുന്ന തഴമ്പ് ഇത് ലഭിച്ചത് എന്ന് വെച്ചാൽ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും ആമേൻ ഞാൻ ഇറങ്ങിത്തരുമ്പോൾ മാർദ്ദവമായിരുന്ന എൻ്റെ ഈ മൃദുലമായിരിക്കുന്ന ഈ കൈത്തണ്ടയെ ഇത്ര കഠിനമുള്ളതാക്കി തീർത്ത, ഇത്രയും തഴമ്പുള്ളതാക്കി തീർത്ത ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വടിയാ എൻ്റെ ജീവിതത്തിൽ തഴമ്പ് തന്ന ഈ വടി. മറ്റേ അറ്റം നോക്കുമ്പോൾ മോശെ പറയും, ഈ മറ്റേ അറ്റം ആടുകളെ മേയ്ക്കുവാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആടുകളെ നിയന്ത്രിക്കുവാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആടുകളെ ശിക്ഷിക്കുവാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആമേൻ. വന്യമൃഗത്തിൽ നിന്നും ഈ ആടുകളെ സംരക്ഷിക്കുവാൻ്റെ വണ്ണം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ആമേൻ. മരുഭൂമിയിൽ തളർന്നു പോകുന്ന സാഹചര്യം വന്നപ്പോൾ ആമേൻ എനിക്കൊരു ഊന്നായി, എനിക്കൊരു താങ്ങായിട്ട് ഈ വടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ആമേൻ പരമാർത്ഥം മോശെ ദൈവം പഠിപ്പിച്ചിട്ട് പറയുക, ഇതും മതിയടാ തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് നയിക്കുവാൻ്റെ വണ്ണം. ഇന്നു രാത്രിയിൽ ദൈവത്തിന് പീരങ്കിയോ ഈ കാണുന്ന വലിയ ആമേൻ കോൺകോർഡൻസ് ബൈബിളോ ഏതെങ്കിലും ബൈബിൾ സ്റ്റഡി തീമുകളോ ഈ കാണുന്ന ആമേൻ എല്ലാവിധമായിരിക്കുന്ന ഡെക്കറേഷൻസ് അല്ല. ദൈവത്തിന് വേണ്ടിയത് സമർപ്പണമുള്ളതായിരിക്കുന്ന ഒരു കമ്പായി ആമേൻ തീരുവാൻ കഴിയുന്ന ഒരു മേഖലയാണ് വേണ്ടിയത്. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ ചിന്തിക്കണം. കുഞ്ഞെ, കഴിഞ്ഞ ദീർഘമേറിയ വർഷക്കാലം നിന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആമേൻ മുട്ടിന്മേലും കുഴയുടെ മേലും വന്ന ചില പ്രാർത്ഥനയാലിരുന്ന തഴമ്പുകളുണ്ടല്ലോ, അതൊരിക്കലും വൃഥാവായി മാറുകയില്ല. ഈ തഴമ്പ് മതി പ്രത്യക്ഷമായി ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്തെടുക്കുവാൻ്റെ വണ്ണം. ഈ വടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രസ്താവിപ്പാൻ്റെ വണ്ണം എനിക്ക് താല്പര്യമുണ്ടെങ്കിലും അതത്രയും മതിയല്ലോ. ഈ വടിയെ നോക്കിക്കൊണ്ട് പറയുക, എന്നെ താങ്ങി നിർത്തിയ ഈ വടി, എനിക്ക് താങ്ങായി നിന്നൊരു വടി. ആമേൻ. വന്യമൃഗങ്ങളിൽ നിന്നും എൻ്റെ ആടുകളെ സംരക്ഷിച്ച ഈ വടി, എൻ്റെ ആടുകളെ മേയിച്ച ഈ വടി, എൻ്റെ ആടുകളെ സംരക്ഷിച്ച ഈ വടി, എൻ്റെ ആടുകളെ ശിക്ഷിച്ച ഈ വടി ഒരറ്റത്ത് ആമേൻ എൻ്റെ കൈകൾക്ക് തഴമ്പുണ്ടാക്കി മാറ്റിയെങ്കിൽ മറ്റേ അറ്റത്ത് ആമേൻ ഈ അടിയുടെ മറ്റേ അറ്റത്ത് പ്രൊട്ടക്ഷൻ, പരിപാലനം, ആമേൻ ഒരു താങ്ങ്, ആമേൻ ഒരു ഹെൽപ്പർ എന്നു വേണ്ട നീണ്ടുപോകുന്ന പലതും ഈ കാമേൻ ഈ വടിക്ക് പറയാനുണ്ട്. ഈ വടിയെ മാത്രമേ ഉള്ളൂ. മോശെ പറയുകയാണ്, ഈ വടി മതി ദൈവം. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? കർത്താവിന് സ്തോത്രം. എന്താ മോശയോട് ആമേൻ വലിയൊരു കാര്യമാണ് ഈ മോശെ യഹോവയോട് പറയുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഈ ജനം വിശ്വസിക്കുമോ? 40 വർഷത്തിന് മുമ്പ് ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും തന്റെ ജനത്തെ സ്നേഹിച്ചത് നിമിത്തം എന്റെ ചില കൈക്കരുത്തുകൾ കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാമെന്ന് വിചാരിച്ചു വ്യാമോഹിച്ചു പരാജയപ്പെട്ട് ആ മണ്ണിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ അവൻ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കാണും. എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. ഇതിന്റെ പൂർവികന്മാർ എന്റെ മുഖത്ത് നോക്കിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവാക്കി വെച്ചത് ആരാടാ എന്ന് ചോദിച്ച് ഭയചകിതനായി
ഈ മിസ്രയീമിൽ നിന്നും ഓടിപ്പോയിരിക്കുന്ന മോശ പറയുകയാണ്, ആ ക്രൗര ഭാവങ്ങളും എന്നോട് കാണിപ്പാൻ മനസ്സിലില്ലാത്തതുമായിരിക്കുന്ന ഈ ജനം വിശ്വസിക്കുമോ? 40 ആണ്ട് മറഞ്ഞിരുന്ന എന്നെ കൊണ്ട് എന്തെങ്കിലും മിസ്രയീം ദേശത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ ജനം എന്നോട് വിശ്വസിക്കുമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് യഹോവയായ ദൈവം പല പ്രാവശ്യം അഗ്നിയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. മോശയ്ക്ക് വേണ്ടി അവനെ ആദ്യമായിട്ട് എൻകൗണ്ടർ നടത്തുമ്പോൾ അഗ്നിയിൽ ഇറങ്ങി വന്ന് കത്തി നിൽക്കുന്ന ആ പുൽച്ചെടിയുടെ നടുവിൽ കർത്താവിന് സ്തോത്രം, അവൻ ഇറങ്ങി വന്ന് ദൈവം അവനോട് സംസാരിക്കുമ്പോൾ ആദ്യം ദൈവം അവനോട് സംസാരിക്കുന്നത്, എനിക്ക് നിന്നോട് അടുത്ത സ്റ്റെപ്പ് പറയാനുണ്ട്, പക്ഷെ പറയുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ടിപ്പോൾ അടുത്തു വരരുത്. നീ വരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? നിന്റെ കാലയിലിട്ടിരിക്കുന്ന ചെരുപ്പാണ്. നീ വിശുദ്ധ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഇത് വിശുദ്ധ ഭൂമിയാണ്. ഇവിടെ നിന്റേതായിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഇവിടെ വേണ്ട, നിന്റേതായിരിക്കുന്ന താങ്ങുന്ന കഴിവുകൾ ഇവിടെ വേണ്ട. മറിച്ച് നിന്റെ കാലിലെ ചെരുപ്പുകൾ ഊരി എറിഞ്ഞിട്ട് എൻ്റെ അരികിലേക്ക് കടന്നു വരാൻ്റെ വേണം ദൈവം മോശയോട് പറഞ്ഞെങ്കിൽ, മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനും ദൈവത്തിന്റെ പ്രവൃത്തിയെ പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി മുഖം മൂടി അണിഞ്ഞതായിരിക്കുന്ന ഡെക്കറേഷൻസ് അല്ല ദൈവത്തിന് വേണ്ടിയത്. ദൈവത്തിന് വേണ്ടിയത് പ്രോഗ്രാമുകളല്ല. ദൈവത്തിന് വേണ്ടിയത് പൊയ്മുഖങ്ങളല്ല. ദൈവത്തിന് വേണ്ടിയത് മാസ്കുകളല്ല. ദൈവത്തിന് വേണ്ടിയത് അങ്ങനെയുള്ള സംവിധാനമല്ല. ഒരു പച്ചയായ മനുഷ്യനായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ അവന്റെ കയ്യിരിക്കുന്ന വടിയെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം അവനോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്നത് അത് എന്താണ്? അവൻ മോശ പറയാനുള്ള കഥ ഞാൻ വിശദീകരിച്ചു. ഇനി നിങ്ങൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ളതായിരിക്കുന്ന ചിന്തകൾ, ഇൻസൈറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. യഹോവയായ ദൈവം അടുത്ത ക്ഷണത്തിൽ മോശയോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ അത് നിലത്തേക്കിടുക. കർത്താവിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? നിന്റെ കഴിവുകൾ, നിന്റെ പ്രൊട്ടക്ഷൻ, ഞാൻ മുമ്പ് വിവരിച്ച ഈ വടിയുടെ പ്രത്യേകതകൾ മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ ഇടുക. സമർപ്പണം. ആദ്യത്തേത് ശുദ്ധീകരണം, മൂന്നാമത്തേത് ദൈവശബ്ദം കേൾപ്പാന്റെ കൃപണമിടയാകുന്നു, മൂന്നാമത്തേത് എൻകൗണ്ടർ, നാലാമത്തേത് ഒരു സമർപ്പണം. നിന്റെ കയ്യിലിരിക്കുന്ന ഈ വടിയെ എൻ്റെ മുമ്പിൽ നീ ഇടുക. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, കർത്താവിന് സ്തോത്രം. ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമുക്കറിയാം, നോഹയുടെ കാലഘട്ടത്തിൽ നോഹ പെട്ടകം പണിയുന്നത് കണ്ട് നിങ്ങൾക്കറിയാം, അമേരിക്കയിലുള്ളവർക്കറിയാം, കെൻടക്കിയിൽ അതിന്റെ റിപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്രയും വലിയ ബൃഹത്തായിരിക്കുന്ന ഒരു പെട്ടകത്തെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ നോഹ എന്നുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് പണിതു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നോഹയെ സഹായിപ്പാന്റെ കവണ്ണം നാട്ടുകാർ മുഴുവനും കൂടിക്കാണും. എന്നാൽ ഈ നോഹ പണിതുപോലെ അനേകരും കൊച്ചു പെട്ടകങ്ങളും ഉണ്ടാക്കി കാണും. പക്ഷേ യഹോവയായ ദൈവം കൊടുത്ത അളവ് പ്രകാരം പണിത പെട്ടകം ഒരു പ്രളയത്തെ അതിജീവിച്ചു എങ്കിൽ സമാന്തരമായി ഉണ്ടാക്കിയ സകല പെട്ടകത്തും പ്രളയത്തെ അതിജീവിക്കാൻ കഴിയാതെ പട്ട് തകർന്നു പോയതുപോലെ ഇന്നു രാത്രിയിൽ ഈ വടിയെ എൻ്റെ മുമ്പിൽ നീ ഇടുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിൽ ഈ വടിയെ മോശ ഇട്ട് കഴിഞ്ഞപ്പോൾ അതൊരു സർപ്പമായി മാറി. ആ സർപ്പത്തെ കണ്ട് ഭയചകിതനായിട്ട് ഓടിപ്പോകാൻ മോശ ബന്ധപ്പെട്ടപ്പോൾ നീ ഭയപ്പെടേണ്ട, അതിന്റെ വാലിൽ കയറി പിടിക്കൂ എന്ന് അടുത്ത ഒരു സന്ദേശം ദൈവത്തിങ്കിൽ നിന്നും മോശ കേൾക്കുകയാണ്. നിന്റെ കയ്യിൽ ഇതുവരെയായിട്ടും ചലിക്കാത്ത വടി, നീ ചലിപ്പിച്ച വടിയേ ഉള്ളൂ. എന്നാൽ ഈ വടിയെ ഞാനിനി ചലിപ്പിക്കാൻ പോകുക. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്നലകളിൽ നിന്റെ പ്രാർത്ഥന ചലിക്കാതെ ഇരുന്നെങ്കിൽ, നിന്റെ ജാഗരണം ചലിക്കാതെ ഇരുന്നെങ്കിൽ, നിന്റെ ഉപവാസം ചലിക്കാതെ ഇരുന്നെങ്കിൽ, എന്റെ സന്നിധിയിൽ നിന്റെ വടിയെ ഇടുക. ചലിക്കാതെ നീ നിയന്ത്രിച്ച ഈ വടി
ഇപ്പോൾ ചലിക്കുന്ന ഒരു വടിയാക്കി അതിനെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനകൾ ചലിക്കണം, നമ്മുടെ ജാഗരണം ചലിക്കണം, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ചലിക്കണം, നമ്മുടെ ജാമേൻ ആഗ്രഹങ്ങൾ ചലിക്കണം, നമ്മുടെ ആവേശപരമായിരിക്കുന്ന സമീപനങ്ങൾ ചലിക്കണം. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ചലിക്കാത്ത പലതും ഈ കാലഘട്ടത്തിൽ ചലിക്കുവാൻ വേണം ദൈവം കരങ്ങളെ നീട്ടുന്ന ദിവസങ്ങളായി ദൈവം അതിനെ ആമേൻ പരിവർത്തനം ചെയ്യുവാൻ വേണം അവൻ യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കടന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, ചലിക്കത്തില്ലെന്ന് വിചാരിച്ച പലയിടങ്ങളിലും തമ്പുരാൻ അതിനെ ചലിപ്പിക്കാൻ പോകുകയാ. ഇന്നലകളിൽ നിനക്ക് മുമ്പിൽ കർത്താവിന് സ്തോത്രം ചലിക്കാതെ നിന്ന പലതും, ചലിക്കാതെ പർവ്വതം പോലെ നിന്ന പലതും കർത്താവിന് സ്തോത്രം നിന്റെ മുമ്പിൽ ചലിക്കാൻ പോകുകയാ. അതിലെ സക്രിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു വചനമുണ്ട്. കർത്താവിന് സെരുബ്ബാബേലേ, 20 വർഷമായിട്ട് നീ ഇട്ട അടിസ്ഥാന കല്ലിന്റെ മേൽ ഒരു ചലനം സൃഷ്ടിക്കാൻ ആരെ കൊണ്ടും കഴിഞ്ഞില്ല. നീ സൈനാധിപനാണ്, നീ വലിയ ഗവർണറാണ്, അല്ലെങ്കിൽ നിനക്ക് രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ബഹുമതിയും ആമൻ എല്ലാവിധമായിരിക്കുന്ന ബന്ധങ്ങളും നിന്റെ ജീവിതത്തിലുണ്ട്. യോശുവായെ, ആമൻ നീ മഹാപുരോഹിതനാണ്, നീ ജനത്തിന്റെ പ്രതിനിധിയായി ദൈവസന്നിധി ചെല്ലുന്നവരാണ്. നിങ്ങളൊക്കെ എത്ര ചലിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു കല്ലിന്റെ മേൽ ഒരു കല്ലെടുത്തു വെച്ചതിനെ ചലിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ ഇരുന്നെങ്കിൽ, ആമേൻ, നിന്റെ മുമ്പിൽ സെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പർവ്വതം ആര് എന്തെന്നല്ല, ആര് ഞാനതിനെ സമഭൂമിയാക്കി മാറ്റും. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാത്രി ചലിക്കാത്ത ചില വിഷയങ്ങൾ, ചലിക്കാത്ത ചില തലമുറകളുടെ വിഷയങ്ങൾ, ചലിക്കാത്ത ചില പാറ പോലെ ഉറച്ചു നിൽക്കുന്നവയെ നീ ദൈവസന്നിധിയിലേക്ക് ഇന്ന് രാത്രി ഇടുവാൻ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചലിപ്പിക്കുന്നതായി നിന്റെ മുമ്പിൽ ചലനമുള്ളതായി മാറുവാൻ ഇടയാകും. ആ ചലിക്കുന്ന ഒന്നിനെ നീ ഇരു കൈയും നീട്ടി അതിനെ പിടിച്ചെടുക്കപ്പോൾ ഇന്നലകളിൽ ലിമിറ്റഡ് ആയിരിക്കുന്ന കർത്താവിന് സ്തോത്രം അധികാരമുണ്ടായിരുന്ന ഈ വടിയെ തമ്പുരാൻ രൂപാന്തരപ്പെടുത്തി. നീ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് ഈ വടി നീ എടുത്തോ. ഇതാണ് ഏകദേശം 30 ലക്ഷം പേര് കൂടുതലായിരിക്കുന്ന ഒരു സമൂഹത്തെ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരൊറ്റയാൾ പട്ടാളം എന്ന നിലയിൽ ആമേൻ മോശ പോകുന്നതാണ്. അധികാരം 30 ലക്ഷത്തേക്കാൾ കവർ ചെയ്യുന്നതാ. ഇന്ന് രാത്രി വിശ്വസിക്കണം, അധികാരത്തോടെ നീ എഴുന്നേറ്റാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന ഒരു മിശ്രൈമ്യ ശക്തികൾ ഒന്നും നിന്നെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ വടി പിന്നീട് എവിടെയൊക്കെ ഉപയോഗിച്ചു എന്ന് എനിക്ക് ലിസ്റ്റ് എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും കർത്താവിന് സ്തോത്രം, ഈ വടി ആമേൻ അവന്റെ കയ്യിൽ ദൈവം കൊടുത്തിട്ട് നിങ്ങൾക്കറിയാം സംഭവങ്ങൾ മുമ്പോട്ട് പോകുക. ആമേൻ രാജകൊട്ടാരത്തിൽ കടന്നു ചെന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും കഴിയാതിരിക്കുന്ന ഒരു വലിയ സംഭവം അവിടെ നടക്കുക. എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം, ഈ പർവ്വതത്തിൽ വെച്ച് ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ എന്റെ കയ്യിരിക്കുന്നത് കേവലം നിശ്ചലമായിരിക്കുന്ന ഒരു സോളിഡായിരിക്കുന്ന ഒരു ഉണങ്ങിയ വടിയല്ല എന്ന് മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വെച്ച് വെളിപ്പെടുത്തിയപ്പോൾ അത് സർപ്പമായി മാറി. കർത്താവിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, ഒരു മനുഷ്യൻ വിചാരിച്ചാൽ 50 കൊല്ലം കൊണ്ട് സംഭവിക്കാത്ത ഒന്നാണ്. മിസ്രൈമിന്റെ ഒരു അതിര് മുതൽ മറ്റേ അതിര് വരെ ഉള്ളതായിരിക്കുന്ന എല്ലാ മന്ത്രവാദികളുടെയും ആഭിചാര ശക്തികളുടെയും ശകുനവാദികളുടെയും കയ്യിലിരിക്കുന്ന തന്റെ ജനത്തിന് വിരോധമായി നീട്ടുന്ന മാന്ത്രിക ദണ്ഡുകളെ ശേഖരിക്കാൻ മോശ എന്നുള്ളൊരു മനുഷ്യൻ വിചാരിച്ചാൽ ഈ ആയുസ്സിൽ നടക്കത്തില്ല. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവം സാധിപ്പിച്ചു കൊടുത്തു. നിങ്ങൾക്കത് ഭയങ്കര വിസ്മയം. ദൈവം നോക്കണേ, അധികാരത്തിന്റെ വഴി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആമേൻ 50 പേരെ കൊണ്ട് 50 കൊല്ലം, 5000 പേരെ കൊണ്ട് 50 കൊല്ലം വിചാരിച്ചാലും നടക്കാത്തത് രാജകീയ വിളംബരം കൊണ്ട് മിസ്രൈമിന്റെ അതിരിനകത്തുള്ള സകല മാന്ത്രിക വടികളും ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. കാരണം ഇത് തന്റെ ജനത്തിന് വിരോധമായി
നീണ്ടിരിക്കുന്ന ചില ആഭിചാര ശക്തികളും മാന്ത്രിക ശക്തികളും ആമേൻ, ഇതിന് ഒരു ലിസ്റ്റ് ബൈബിളിനകത്തുണ്ട്. ബൈബിൾ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. കുഞ്ഞെ, കർത്താവിന് സ്തോത്രം. നീ ദോഷം ചെയ്തിട്ടല്ല പലപ്പോഴും നിനക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് കേട്ടോ. പലപ്പോഴും നമ്മൾ ഞാനൊന്നും ദോഷം ചെയ്തിട്ടില്ല. നീ നന്നായാലും നിനക്ക് ശത്രു ഉണ്ടാവും കേട്ടോ. നിന്റെ തലമുറ നന്നായാലും നിനക്ക് ശത്രു ഉണ്ടാകും. നിന്റെ ഭവനത്തിനും തന്നെ ഉണ്ടാകും. നീ ആരോട് ദ്രോഹം ചെയ്തിട്ടല്ല, പക്ഷേ ആ ഉണ്ടാകുന്ന ശത്രുത്വം പലപ്പോഴും അസൂയകളിൽ നിന്നാണ്. ആമേൻ. അതൊരു വലിയ ബന്ധനമായിട്ട് ജനത്തിന് നടുവിൽ നടക്കുമ്പോൾ നിന്റെ വിരോധമായി എഴുന്നേൽക്കുന്ന വ്യത്യസ്ത ആയുധങ്ങൾ ദേശത്ത് മുഴുവനും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ അടിപ്പിടിച്ചടക്കാൻ ഒരു ഏക മനുഷ്യരായി നിൽക്കുന്ന മോശയ്ക്ക് അസാധ്യമായി മാറിയപ്പോൾ, ഇത് ദൈവത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ദൈവം ഒരു മനുഷ്യനെ കയ്യിലെടുത്താൽ ദൈവം ആ മനുഷ്യനെ എങ്ങനെ നടത്തണമെന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിൻ്റെതായിരിക്കുന്ന പദ്ധതിയുണ്ട്. കുഞ്ഞെ, ഇന്ന് രാത്രി നീ ഒതുക്കപ്പെട്ടവളാണെന്നോ, നീ ഒറ്റയ്ക്കാണെന്നോ, ആമേൻ, ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്നെന്നോ, എനിക്ക് സപ്പോർട്ടീവായിട്ട് ആരുമില്ലെന്നോ നീ കരുതണ്ട. ദൈവം നിന്റെ കരങ്ങളിൽ നിന്നെ എടുത്തു കഴിയുമ്പോൾ അസാധ്യമെന്ന് പറയുന്നത് പ്രൊജക്റ്റുകളെ നിന്റെ മുമ്പിൽ അവൻ നിസ്സാരമാക്കി മാറ്റാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ വൈരികളെ നോക്കി സ്തോത്രം ചെയ്യണം. നോക്കി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കളായി എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിന് സ്തോത്രം. രാജകീയ വിളംബരം കൊണ്ട് ഒരു കൊച്ചു മാന്ത്രിക വടി പോലും ദേശത്ത് ശേഷിപ്പിക്കാതെ ഫറവോന്റെ കൊട്ടാരത്തിൽ യഹോവയായ ദൈവം ഫറവോന്റെ ആജ്ഞയാൽ അവൻ കൊണ്ടുവന്നു. നോക്കണേ, ഇത് ശത്രുവിനെ കൊണ്ട് വിഷം എടുപ്പിക്കുന്ന ഇത് ദൈവത്തിനറിയാം. പലപ്പോഴും ദൈവം നമ്മൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് മോശയിൽ കൂടെ വിടുതൽ സംഭവിക്കണമെങ്കിലും ആമേൻ, ഹല്ലേലൂയ, ഈ മാന്ത്രിക ദണ്ഡുകൾ മുഴുവനും ഫറവോന്റെ കൊട്ടാരത്തിൽ വന്നത് ആമേൻ രാജാവിനെ കൊണ്ട്. മോശ പറഞ്ഞാൽ ആരും കൊണ്ടുവരത്തില്ല. രാജകീയ വിളംബരം കൊണ്ടുവരുമ്പോൾ സകല ദണ്ഡുകളും രാജകീയ കൊട്ടാരത്തിൽ വന്നു. നോക്കണേ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ ആരംഭം അവിടെ. ഒന്ന്, നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളെ തമ്പുരാൻ, നിനക്ക് വിരോധമായി നിൽക്കുന്ന ആയുധങ്ങളെ, നിനക്ക് വിരോധമായി നിൽക്കുന്ന അസൂയ കണ്ണുകളെ, വികടാതരങ്ങളെ, വക്രദൃഷ്ടികളെ, ദുഷ്ടദൃഷ്ടികളെ, ആമൻ, നിനക്ക് വേറെ ആമൻ ചില അതരങ്ങളെ ആമൻ ഇന്ന് രാത്രി നിർത്തൽ ചെയ്യുവാൻ ദൈവത്തിന് അറിയാം. കർത്താവിന് സ്തോത്രം. ഇതല്ലായിരുന്നു യോബിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി പിശാചിന്. നീ വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും അവനെ തൊടാൻ പറ്റത്തില്ല. അതുപോലെ കുഞ്ഞെ, നിനക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തിക്ക് ആമേൻ തടുക്കാണ്ടൊക്കെ വണ്ണം നിനക്ക് ശക്തിയില്ല, എനിക്ക് ശക്തിയില്ല. പക്ഷേ എനിക്കും എൻ്റെ തലമുറയ്ക്കും എൻ്റെ ഭവനത്തിനും ആമേൻ ചുറ്റും വേലി കെട്ടി സംരക്ഷിപ്പാൻ ഈ ദൈവത്തിന് കഴിഞ്ഞതുപോലെ ആമേൻ ഒരു മോശ വിശ്വാസത്തോടുകൂടെ ഫറവോന്റെ കൊട്ടാരത്തിൽ ആമേൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വടിയുമായി എത്തിയപ്പോൾ അറിയാം, ആമേൻ, മോശയ്ക്ക് പകരമായി നിങ്ങൾ മോശയിട്ടു, അത് സർപ്പമായി മാറി. പക്ഷേ ഇത് മോശയ്ക്ക് മാത്രമല്ല, ആമേൻ, ഒരു ഇംപാർട്ടേഷൻ അവിടെ സംഭവിക്കുക. ആ മോശമേൽ വ്യാപരിച്ചിരുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി അഹരോന്റെ മേലും പകരപ്പെടുകയാണ്. വിശദീകരിക്കുന്നില്ല. കർത്താവ് സകല വടികളും അവിടെ എത്തി. ആദ്യം ദൈവം തമ്പുരാൻ നിർത്തൽ ചെയ്യുന്നത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരിക എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. അത് വിശ്വസിക്കുന്നവര് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഭവനം ആമേൻ ഏത് ഫ്ലാറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊന്ന് കേൾക്കത്തക്ക നിലവാരത്തിൽ ഒന്ന് സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ സ്തോത്രത്തിന്റെ ശബ്ദം ആമേൻ അത് ദുനിയായി വരട്ടെ. കയ്യിലിരിക്കുന്ന ചില സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ജീവനുള്ള ഒരു സർപ്പമായി മാറ്റി അത് വീണ്ടും പിടിച്ചപ്പോൾ പഴയ ാക്കി മനുഷ്യരുടെ കയ്യിൽ കൊടുത്തവൻ ആമേൻ മിസ്രയീമിന്റെ അടിമത്തത്തിലേക്ക് കിടക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ദൈവം വിട്ടപ്പോൾ
മനുഷ്യർക്കാർക്കും പരിഹാരം കൊടുക്കാൻ കഴിയാത്ത, നിനക്ക് വിരോധമായി, ജനത്തിന് വിരോധമായി നീട്ടിയിരിക്കുന്ന സകല മാന്ത്രിക ശക്തികളെയും ശകുന ശക്തികളെയും ആമേൻ അത് തച്ചുടച്ച് അത് ഒതുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഈ വടി അഹരോന ഫറവോന്റെ കൊട്ടാരത്തിൽ ഇടുന്നത്. നിങ്ങളത് വേദപുസ്തകം വായിക്കുമ്പോൾ അറിയാം. അതിന്റെ എന്താണ് മിസ്റ്ററി എന്ന് വിശദീകരിപ്പാൻ ഇന്ന് രാത്രി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആമേൻ. അഹരോൻ ആ വടി അവിടെ ഇട്ടു, അത് സർപ്പമായി മാറി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രോജക്റ്റ് കണ്ടോ? മാന്ത്രികന്മാർ എല്ലാവരും മാന്ത്രിക വടിയും കൊണ്ട് വന്ന് നിരന്ന് നിൽക്കുക. കർത്താവിന് സ്തോത്രം. അവരവരുടെ കയ്യിൽ നിന്ന വടികളും അവർ നിലത്തിട്ട് കാണിച്ചു. ഫറവോന്റെ മുമ്പിൽ അവർ വലിയ നിന്നു. ഞങ്ങൾക്കും കഴിയും, ഞങ്ങൾക്കും ഇത് കഴിയും, ഞങ്ങൾക്കും ഇത് സാധ്യമാകുന്നു എന്ന് എല്ലാ മാന്ത്രിക വടിയുടെ ഉടമസ്ഥന്മാർ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ചെറുതും വലുതുമായിരിക്കുന്ന സകല വടികളെയും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 215 വർഷമായിട്ട് തന്റെ ജനത്തെ ഞെരിക്കുക, ആമേൻ, ഹല്ലേലൂയ, തന്റെ ജനത്തെ ഒതുക്കി നിർത്തിയ, തന്റെ ജനം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത്തെ അടിമകളെ പോലെ ഒതുക്കി നിർത്തിയ ആ കെട്ടിനെ ഇന്ന് രാത്രിയിൽ അഴിക്കുക. കർത്താവിന് സ്തോത്രം. എല്ലാ ദണ്ഡുകളും താഴെയിട്ട് കഴിഞ്ഞപ്പോൾ അഹരോന്റെ കയ്യിൽ നിന്ന് വീണതായിരിക്കുന്ന വടി സർപ്പമായി തീർന്നതിനെ, ആമേൻ, മാന്ത്രിക വടികൾ ഇട്ട സകല സർപ്പത്തെയും വിഴുങ്ങി എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിൽ നിന്ന് പോകുമ്പോൾ വരുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ വടിയുണ്ട്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഒറ്റ ഒരുത്തന്റെ കയ്യിൽ മാത്രം വടിയുണ്ട്. മോശയുടെ കയ്യിൽ അധികാരത്തിന്റെ വടി. സകല നിനക്ക് വിരോധമായി സർപ്പത്തെയും, ആമേൻ, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും അതിന് സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അതിന്റെ മിസ്റ്ററി ദൈവമക്കൾ മനസ്സിലാക്കണം. കുഞ്ഞെ, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന ചില മാന്ത്രിക വടികളുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ചില മാന്ത്രിക വടികളുണ്ട്. കർത്താവിന് സ്തോത്രം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ചില മാന്ത്രിക വടികളുണ്ട്. നിന്റെ വചന പാരായണത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ചില മാന്ത്രിക വടികളുണ്ട്. പ്രാർത്ഥിപ്പാൻ ഒരിക്കലും നിന്നെ സമ്മതിക്കാതെ നിന്റെ മനസ്സിനെ അലങ്കോലപ്പെടുത്തുകയും ആമേൻ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വണ്ണം ശിഥിലമാക്കി കളയുകയും ചെയ്ത ചില മാന്ത്രിക വടികളുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് വിഴുങ്ങിക്കളയാണ്ടൊക്കെ വണ്ണം നിന്റെ കഴിക്കുന്ന വിശ്വാസത്തിന്റെ വഴി ദൈവത്തിന്റെ സന്നിധിയിൽ ഇട്ട് കഴിയുമ്പോൾ ആമേൻ നിന്റെ കഴിക്കുന്ന വിശ്വാസത്തിന്റെ അധികാരത്തിന്റെ വഴി നിന്നെ കഴിഞ്ഞ കാലങ്ങൾ ക്ഷീണിപ്പിച്ച ക്ഷയിപ്പിച്ച നിന്നെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയതിനെ വിഴുങ്ങിക്കളയാന്റെ കുണമിടയായി തീരുമെന്ന് ഇന്ന് രാത്രി ദൈവജനം വിശ്വസിക്കണം. കർത്താവിന് സ്തോത്രം. ഈ വടി കൊണ്ട് ആമേൻ യഹോവയെ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവിന് സ്തോത്രം. 10 ബാധകളുടെ മേലും ഈ വടി ഉപയോഗിച്ചു. വിശദീകരിക്കുന്നില്ല. ഓരോ ബാധകളെയും എടുത്ത് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. കർത്താവിന് സ്തോത്രം. ആ ബാധകളെയൊക്കെ പഠിക്കണം. കർത്താവ് ഈ പൈശാചിക പോരാട്ടമൊക്കെ വരുന്നത് വലിയ സിംഹത്തിന്റെ ഭാഷയിലും ആനയുടെ വലിപ്പത്തിലും ഒന്നും അല്ല കുഞ്ഞേ. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ദൈവത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞ് കുഴലൂതുന്ന 2 ചിറകുകളും ആമേൻ 6 ചിറകുകളുള്ള വലിയ ദൂതന്മാരൊക്കെ കാഹളം ഊതിക്കൊണ്ടുവരിക. എന്നാൽ യഹോവയുടെ സൈന്യം എന്ന് പറയുന്നത് യഹോവയുടെ സൈന്യമായിരിക്കുന്ന ഈച്ച, ആമേൻ, യഹോവയുടെ സൈന്യമായിരിക്കുന്ന പേൻസ്, യഹോവയുടെ സൈന്യമായിരിക്കുന്ന വെട്ടുക്കിളി, ആമേൻ, ചെറിയ ചെറിയ പ്രാണികളെ കൊണ്ട് ആമേൻ ദൈവത്തിന്റെ മഹാസൈന്യം അങ്ങനെയാണ് സംഭവിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിസാരമെന്ന് കണ്ട പലതിനെയും യഹോവയുടെ സൈന്യമാക്കി മാറ്റാൻ്റെ കവണ്ണം ദൈവത്തിന് കഴിയും. അതിന് വിശദീകരിക്കുന്നില്ല, കാരണം അത് ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ ഞാൻ. കർത്താവിന് സ്തോത്രം. ഈ വടിയും കൊണ്ട് 10 ബാധകളുടെ മേലും മോശ ഈ വടി ഉപയോഗിച്ചു. കർത്താവിന് സ്തോത്രം. ഇനിയൊരു ഭാഗം കൂടെ, ഒറ്റ വാക്കുകൂടെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ്റെ കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ചെങ്കടലിന്റെ തീരത്ത് ഈ മോശ ചെന്നു. നിങ്ങൾ വിചാരിക്കുന്നു മോശ ആദ്യമായിട്ടാണ് ചെങ്കടലിന്റെ തീരത്ത് ചെല്ലുന്നതെന്ന്? മോശ ഇതേ മിസ്രയീമിൽ നിന്നും ഈ ചെങ്കടൽ കടന്നാണ് മരുഭൂമിയിൽ പോയത്. കർത്താവിന് സ്തോത്രം. അവൻ ആ മരുഭൂമിയിൽ നിന്നും അധികാരത്തിന്റെ വടിയോടുകൂടെ
ഈ ചെങ്കടൽ ക്രോസ് ചെയ്താ വന്നേ. അപ്പോൾ മോശയ്ക്ക് വഴി അറിയാൻ പാടില്ലാത്തൊരു വഴിയല്ല. മോശയ്ക്ക് വഴി നിശ്ചയമുണ്ട്. പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ ചെങ്കടലിന്റെ തീരത്ത് നിന്നപ്പോൾ മുമ്പിൽ ആഴിയുടെ ആഴങ്ങൾ തന്റെ ജനത്തെ വിഴുങ്ങേണ്ടതിനായി കാതോർത്തു നിൽക്കുമ്പോൾ, പുറകിൽ നോക്കുമ്പോൾ ഫറവോന്റെ സൈന്യം, ഞാൻ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും, ഞാൻ അവനെ അടിച്ചമർത്തും, അവരുടെ ആശ ഒരിക്കലും നിവർത്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 6 കൂട്ടം കാര്യങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഫറവോന്റെ സൈന്യം വരികയാ. കർത്താവിന് സ്തോത്രം. പക്ഷേ ഈ മോശ തനിക്കറിയാവുന്ന ഒരു വഴി തിരഞ്ഞെടുത്തിട്ടില്ല. അല്ലേ? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ ദൈവത്തിന്റെ വഴിയാണെന്ന് തീരുമാനിക്കുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു വഴി തുറന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ തട്ടി തുറക്കും. അവസാനം ഈ കുഞ്ഞുങ്ങളെ അത്തപ്പതിച്ച് ആത്മീയത്തിൽ നിന്നും അങ്ങ് പോയി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് ദൈവത്തിന്റെ വഴിയല്ലായിരുന്നു. അപ്പോൾ ഈ മോശയ്ക്ക് ദൈവത്തോടൊരു അഭിപ്രായം പറയാം. ദൈവമേ, ഞാൻ ഈ മരുഭൂമിയിൽ അപ്പുറത്ത് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ തിരിച്ച് 40 വർഷക്കാലം ഞാൻ അപ്പുറത്ത് മരുഭൂമിയിലെ എനിക്കറിയാം വഴി. ഈ പുറകിൽ വരുന്ന സൈന്യം ഈ ജനത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സർവശക്തിയും എടുത്തുപയോഗിച്ച് ഓടി ഞാൻ പോയ കരയിൽ കൂടെ പോകാൻ ഒന്ന് അനുവദിക്കണമേ എന്ന് ദൈവത്തോട് മോശയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ മോശ ദൈവത്തോട് അഭിപ്രായം പറഞ്ഞില്ല. കാരണം കുഞ്ഞെ, ദൈവം നിന്നെ നടത്താൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുന്നവനാകരുത്. ദൈവത്തിങ്കിൽ നിന്ന് കേൾപ്പാൻ മോശ കാതോർത്തിരുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ അതാ നമുക്ക് വേണ്ടിയത്. മുമ്പിൽ തെളിഞ്ഞു വരുന്നത് മുഴുവനും ദൈവത്തിന്റെ വഴിയാകുന്നു എന്നോ, നമുക്കുള്ളതായിരിക്കുന്ന ആശകൾ അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നോ ആരും വിശ്വസിക്കരുത്. ഇന്ന് രാത്രി കാലം കർത്താവിന് സ്തോത്രം. ആമേൻ. ഈ ആഴിയുടെ ആഴങ്ങൾ ഇപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുള്ളവാക്കി തീർത്താലും ഇതിൽ കൂടെയാണ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. നിന്നെ പിടിച്ചു ഒതുക്കുമെന്നും നിന്റെ ആശ ഒരിക്കലും നടക്കത്തില്ലെന്നും വാദിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ പുറകിൽ, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, കത്തി ജ്വലിച്ച ക്രൗരമായി വരുന്ന ഒരു അത്യുഗ്ര ശക്തിയെ നേരിടാൻ കഴിയാത്ത ബലഹീനനായിരിക്കുന്ന ഈ ജനത, ഈ ജാതി, കർത്താവിന് സ്തോത്രം, ആമേൻ, അനുസരിപ്പാൻ മോശയുടെ നേതൃത്വത്തിൽ ജനം നിന്നു. നോക്കണേ, ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്? മുമ്പിൽ ആർത്തിരച്ചു നിൽക്കുന്ന ആഴി. സമൂഹത്തിൽ എന്താ? മോശയോടും അഹരോനോടും മറ്റും പിറുപിറുക്കും മത്സരബുദ്ധിയുള്ളതായിരിക്കുന്ന ഇസ്രായേൽ ജനം. പ്രൈസല്ലോ. പുറകിൽ വൻ സന്നാഹം. മോശയ്ക്ക് അറിയാമെന്നൊരു വഴി തിരഞ്ഞെടുത്തിട്ടില്ല. മോശ ഒരു അഭിപ്രായം ദൈവത്തോട് പറഞ്ഞില്ല. അധികാരത്തിന്റെ വടിയെടുക്കാൻ യഹോവയായി ദൈവം പറയുന്നത് വരെ അവൻ മിണ്ടാതെയിരുന്നു. കർത്താവിന് സ്തോത്രം. കാരണം റമസോസിൽ നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിന് ആഴി ഉണ്ടെന്നറിയാൻ വയ്യാത്ത ദൈവമല്ല. ആമേൻ. ഈ ആഴി ഉണ്ടെന്നറിയാം. പക്ഷേ ഈ ആഴി ദൈവം തന്റെ ജനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് അത്ഭുതങ്ങളുടെ ഒരു ആഴിയാണെങ്കിൽ, കർത്താവിന് സ്തോത്രം, ഈ ആഴി ഒരു ശത്രു സംഹാരത്തിന്റെ ആഴി കൂടെയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ അധികാരത്തിന്റെ വടിയുമായിട്ട് മോശ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുവാനൊക്കെ വേണം ഒരു വാതിൽ ദൈവം തുറന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിന് സ്തോത്രം, നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഒരു മേഘം വന്ന് ഇസ്രായേൽ മക്കൾക്കും ആമേൻ മിസ്രയീമ്യ സൈന്യത്തിനും നടുവിൽ വന്നു നിന്നു. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ കാണാതിരിക്കത്തക്ക വണ്ണം ആമേൻ ശത്രുവിന്റെ കണ്ണിനെ മറച്ചു കളഞ്ഞെങ്കിൽ, കർത്താവിന് സ്തോത്രം, ഇസ്രായേൽ മക്കൾക്ക് നടന്നു പോകാൻ ഒരു വഴി തുറക്കുമ്പോൾ ശത്രുവിന്റെ കണ്ണിനെ ദൈവം തമ്പുരാൻ അടച്ചു കളഞ്ഞ് ആമേൻ മരവിപ്പിച്ചിട്ട് തന്റെ ജനത്തിനു വേണ്ടി ആമേൻ ഒരു ഉണങ്ങിയ പാതയെ ഒരുക്കി കൊടുക്കുന്നത് പോലെ ഇന്ന് രാത്രി ഈ വടിയുടെ ശക്തി തീർന്നിട്ടില്ല കേട്ടോ. ഈ വടി പിന്നെയും നീളുകയാ.
ഒത്തിരി സംഭവത്തിൽ ഈ മോശ ഈ വടി എടുത്തിട്ടുണ്ട്. അധികാരത്തിന്റെ വടി, അഭിഷേകത്തിന്റെ വടി, കർത്താവിന് സ്തോത്രം, അനുസരണത്തിന്റെ വടി. ഈ മോശയ്ക്കൊരു കാര്യം അറിയാം. ചെങ്കടലിന് നടുവിൽ, ഈ പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, ഈ മോശയ്ക്കൊരു ഉറപ്പുണ്ട്. ഇനി എന്നെ തകർത്ത് കളയാൻ വേണം, ആമേൻ, ഒരു ശക്തിക്കും കഴിയത്തില്ല. ദേശത്ത് വ്യാപരിച്ചിരുന്ന സകല മാന്ത്രിക വടികളും എന്റെ ഈ വിശ്വാസ വടിക്കകത്തുണ്ട്, ഈ അധികാര വടിക്കകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കാൽവറി ക്രൂശിന്റെ മേൽ ആമേൻ അവൻ തകർത്തു കളഞ്ഞ, ആമേൻ, സകല ശത്രുവിന്റെ തലയെയും തകർത്തു കളഞ്ഞത് എന്റെ നിങ്ങളെയും അധികാരത്തിന്റെ വടിക്കകത്ത് ദൈവം തന്നിരിക്കുമ്പോൾ, ആമേന്റെ വാത്സല്യ സുഖാമൻ സഹോദരി സഹോദരന്മാരെ, ആർത്തലിച്ചു നിൽക്കുന്ന മഹാസമുദ്രത്തെ നോക്കിക്കൊണ്ട് നീ ജീവിതം പതറിപ്പോകരുത്. ഇന്ന് രാത്രി അവിടം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുക. കർത്താവിന് സ്തോത്രം. അറിയാമെന്നൊരു അഭിപ്രായം പറഞ്ഞ് നിന്റെ ഇഷ്ടപ്രകാരം ഒരു വഴി, ഇതല്ലേ നല്ല വഴി എന്ന് തെരഞ്ഞെടുത്ത് നിന്റെ ബുദ്ധി കൊണ്ട് അപഗ്രഹിച്ചു പോകുന്നത് നിർത്തിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്കും പദ്ധതിക്കും വേണ്ടി ഇന്നു രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ശുശ്രൂഷ വിജയിക്കും, നിങ്ങളുടേതായിരിക്കും ജീവിതം വിജയിക്കും, നിങ്ങളുടെ ദൗത്യം വിജയിക്കും. കർത്താവിന് സ്തോത്രം. അതിന് കരുണാസമ്പന്നനായിരിക്കും ദൈവം നമ്മളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. സമയത്ത് കർത്താവിൻ്റെ ദാസന്മാർക്കും ആമേൻ ഈ പ്രത്യേക ചാപ്പൽ സർവീസിനുള്ളതായിരിക്കുന്ന നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഗാഡ് ബ്ലസ് ആൻഡ് ഗാഡ് ബ്ലസ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിക്കുവാൻ സ്വർഗം ഇടയാക്കി തീർത്തല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം വളരെ വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്യുന്ന കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേക കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. താൻ സൗദിയിൽ, നമുക്കറിയാമല്ലോ, സുവിശേഷത്തിന് വേണ്ടി വാതിൽ അടയ്ക്കപ്പെട്ട ആ ദേശത്ത് കർത്താവിന്റെ വചനവുമായി ചെയ്യുമ്പോൾ അതിൻ്റെതായ പോരുകളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും അവരുടെ മധ്യത്തിൽ ദൈവം ശക്തമായി ആ ദൈവിക വടി ഉപയോഗിച്ചുകൊണ്ട് ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം എല്ലാവരെയും സൗദിയിലെ പ്രവർത്തനത്തിലെ പ്രത്യേക മിഡിൽ ഈസ്റ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ പലതുമുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പസമയം നമ്മുടെ ഈ അഗാപ്പെ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പലവിധമായ ആവശ്യങ്ങളൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് അനേകരും സുവിശേഷകരുടെ വൈഫന്മാരും സുവിശേഷകന്മാരുമാണ്. ദൈവം അവരെ എല്ലാം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഈ ദൈവവൈകിയ പഠനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അത് ലഭിക്കുമെന്നുള്ള ദൈവിക വാഗ്ദത്തം നമ്മൾ ഈ വിതയ്ക്കുന്ന വിത്തുകളൊക്കെ 50, 60 മേനിയായി ഹല്ലേലൂയ ഫലം കായ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഇതിൽ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും നമുക്ക് സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇതിൽ പ്രായമായ പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെ ആരോഗ്യത്തോടെ നിർത്തണം. ദൈവദാസന്മാരെ ദൈവം സഹായിക്കണം. പ്രത്യേക നമ്മുടെ പ്രിയപ്പെട്ട PG മാത്യു സാർ ഇന്ന് കണ്ണിന്റെ ഒരു ഓപ്പറേഷൻ മുഖാന്തരം ഇന്ന് ഹോസ്പിറ്റലാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. ദൈവം തന്നെ സഹായിക്കാൻ. പ്രത്യേകിച്ച് തിമിരത്തിന്റെ ഓപ്പറേഷനാണ്. അതിന് വലിയ ട്രീറ്റ്മെന്റ്, വലിയ ഹല്ലേലൂയ ആവശ്യമാണ്. ദൈവം തന്നെ സഹായിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. വളരെ ഇന്നും ഈ പ്രായത്തിലും താനൊരു ചർച്ച് ഓഫ് ഗോഡിന്റെ അസിസ്റ്റന്റ് ഓവർസിയർ ആയിട്ടൊക്കെ റിട്ടയർഡ് ആയ ആളാണ്. എങ്കിലും ഇപ്പോഴും ദൈവവചനമായിട്ട് തെരുവോരത്തിലൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു ശ്രേഷ്ഠ ദൈവദാസനാണ്. ഞാൻ ഒരു അതിശയോക്തിയും പറഞ്ഞല്ല. കർത്താവിന്റെ ദാസനെ ദൈവം ദീർഘായുസ് കൊണ്ട് നിറയ്ക്കണം. പ്രത്യേക ഈ കണ്ണിന്റെ കാഴ്ചയൊക്കെ തിരികെ കിട്ടുവാൻ, ദൈവത്തിന് വേണ്ടി വീണ്ടും പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതിന് ഒരുപക്ഷെ നമ്മൾ പല രാജ്യങ്ങളിലിരുന്ന് പല ഡിവൈസുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ആ കർത്താവിന്റെ ദാസനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ, ഈ പ്രായത്തിലും താൻ നമ്മളെ പഠിപ്പിക്കുവാനൊക്കെ കാണിക്കുന്ന നല്ല ആ സന്മനസ് ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേക ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഷാജി കെ ഡാനിയൽ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യാം. താൻ നേതൃത്വം കൊടുക്കുന്ന അഗാപ്പെ ചർച്ച് ഡാളസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തന്നെ ബൈബിൾ കോളേജിന് വേണ്ടി നമുക്ക് പ്രത്യേക പ്രാർത്ഥിക്കാം. നമ്മൾ ഓൺലൈനിൽ അനേക പ്രിയപ്പെട്ടവർ ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്കറിയാം ഓഫ്ലൈനിൽ അവിടെ നാളെ തിങ്കളാഴ്ച അതിന്റെ ഉദ്ഘാടനം നടക്കുക. എന്നാൽ താൻ വെറുതെ പഠിപ്പിച്ചിട്ട് പണ്ടൊക്കെ ഒത്തിരി പേര് ദൈവവചനം പഠിക്കുവാനൊക്കെ ബൈബിൾ കോളേജിൽ ഒക്കെ ചേരുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മലയാളികളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്.
നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണ്. പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷം എത്തിച്ചത് നമ്മുടെ മലയാളികളാണ്. ഇന്ന് ഡൽഹി ആയാലും ഗുജറാത്ത് ആയാലും ബോംബെ ആയാലും ഹല്ലേലൂയ എവിടെ ആന്ധ്രാപ്രദേശ് ആയാലും എല്ലാ സംസ്ഥാനങ്ങളിലും സുവിശേഷവുമായി ഹല്ലേലൂയ പോയത് നമ്മുടെ മലയാള ശുശ്രൂഷകന്മാരാ. എന്നാൽ ഇപ്പൊ തിരിച്ചായിരിക്കുക, ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് ആണ് വന്ന് പഠിക്കുന്ന കേരളത്തിൽ. ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണം. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ഒറ്റ മലയാളി പോലും ഹല്ലേലൂയ അവിടെ പഠിക്കുവാൻ വന്നിട്ടില്ല ഇതുവരെ. എന്നാൽ നമ്മുടെ ഹല്ലേലൂയ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരുത്തണം. സുവിശേഷത്തിന് വേണ്ടി താല്പര്യമുള്ള ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിക്കണം. വളരെ ആത്മാർത്ഥതയോടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അടുത്ത തലമുറ ഹല്ലേലൂയ നമ്മളൊക്കെ കണ്ട ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ തലമുറയാണ് ഹല്ലേലൂയ സഭയെ നിലനിർത്തേണ്ടത്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവവചനം പഠിക്കുവാൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കേണ്ടതിനായി വളരെ ആത്മഭാരത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെ പഠിപ്പിക്കുന്ന 5 ദൈവദാസന്മാർക്കായി സ്തോത്രം. വളരെ അത്യധ്വാനം ചെയ്താണ് അവർ പഠിപ്പിക്കുന്നത്. പ്രിയ CV ആൻഡ്രൂസ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സാക് വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കാം, PG മാത്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഷാജൻ പാറക്കടവിലിന് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രിയ മാത്യു P തോമസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ എല്ലാം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ഹല്ലേലൂയ തലമുറകളുടെ ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ അവരുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. എന്നോട് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. മക്കളുടെയൊക്കെ വിവാഹപ്രായമായിട്ട് വിവാഹാലോചനകൾ അവരുടെ കൂട്ടാളികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിക്കേണ്ടതിനായിട്ട് ഈ വിവിധ ഡിവൈസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരു ഹൃദയത്തോടെ, ഏക ഹൃദയത്തോടെ ഹല്ലേലൂയ നിങ്ങൾ രണ്ടുപേർ ഐക്യമതിപ്പെട്ട് എന്ത് യാചിച്ചാലും ഞാനത് നിങ്ങൾക്ക് തരാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. നമ്മൾ ഒരുപക്ഷെ മുഖതാവിൽ നമ്മൾ ഒരുമിച്ചല്ലെങ്കിലും ഹല്ലേലൂയ നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരു മനസ്സോടെ ഇന്ന് രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്നതാണ്. നമ്മൾ ദൈവവചനം പഠിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ താങ്ങുവാൻ, മറ്റുള്ളവരെ കൂട്ടി നിർത്തുവാൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ, ചേർത്ത് നിർത്തുവാൻ ഒരു കുടുംബം പോലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഇതിൽ പല പ്രിയപ്പെട്ടവർ പലവിധമായ ഭാരത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിന് ടെക്നിക്കലായിട്ട് നമ്മളെ സഹായിക്കുന്നവരുണ്ട്, സൂമിൽ നമ്മളെ സഹായിക്കുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ സൂമിൽ സമുദായസ്ഥരായ ഇതുവരെയും വിശ്വാസ സ്നാനം ഏൽക്കാത്ത പല പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെ ദൈവവചന പഠനം അവർക്കെല്ലാവർക്കും ഒരു വിടുതലും അനുഗ്രഹവുമായി തീരുവാൻ, ചില ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. Praise the Lord, 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 praise the Lord. കർത്താവ് ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ദൈവദാസന്മാരായിട്ടുണ്ട്, സഭയുടെ വിസ്താരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റു വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഹല്ലേലൂയ. പരസ്യയോഗം ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ പല സഹോദരിമാരുടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പ്രൈസ് ദി ലോർഡ് ഈ പ്രിയപ്പെട്ടവരൊക്കെ വളരെ ശക്തമായി രാവിലെ കാലങ്ങളിലൊക്കെ സുവിശേഷ വേല ചെയ്യുന്നവരാ. നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും അവരെ എല്ലാം ദൈവം ശക്തീകരിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പലരും ഗൾഫ് റിട്ടേൺസ് ആണ്, എങ്കിലും അവർ ഇന്ന് നാട്ടിലായിരിക്കുമ്പോൾ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, തെരുവോരങ്ങളിലൊക്കെ സുവിശേഷമായി കടന്നു പോകുവാൻ നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒക്കെ ദൈവം ബലപ്പെടുത്തുന്നുവല്ലോ. ദൈവങ്ങളുടെ അവരുടെ ആ അധ്വാനത്തിന് അധികം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കേണ്ടതിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു. പലരും നമ്മളോടൊക്കെ പല കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. പല സാമ്പത്തികമായിട്ട് പിള്ളേരുടെ പഠനോപകരണങ്ങൾ അതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെ എല്ലാം സഹായിക്കേണ്ടതിന് ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. ഇന്ന് രാത്രി നാം ഈ സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ തലമുറകളുടെ പഠനത്തിന് വേണ്ടി ഭാരപ്പെടുന്നവര്, മറ്റു സംഘടനകളെയൊക്കെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവം അവരെ എല്ലാം സഹായിക്കേണ്ടതിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അവര് പക്ഷേ ഞാൻ ഹല്ലേലൂയ പൊതുവായി പറയാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും ജീവിതങ്ങള്, ഏതെങ്കിലും ഡിവൈസിന്റെ മധ്യത്തിലായിരിക്കുന്നെങ്കിൽ എങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ, എന്റെ ഈ വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒരു പക്ഷേ നിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ മനസ്സുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ ഏത് ദേശത്തായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ ഹൃദയങ്ങളും ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാ ഹൃദയങ്ങളും ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രത്യേക ഞങ്ങളുടെ ദോഹയിലെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ ദേശത്തും കർത്താവ് ഞങ്ങളെ കുടുംബമായി സുവിശേഷത്തിന്റെ വക്താക്കളായി നിലനിർത്തിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവം ചില ആത്മാക്കളെ വിടുവിക്കപ്പെടുവാൻ, തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ദൈവം ഈ ദേശത്ത് ശക്തമായി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് ഇതിനകത്ത് അനേക ദൈവദാസന്മാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം മാനിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറന്നിടണേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന്, കാരണം നമ്മുടെ സമയം വളരെ അതിക്രമിച്ചു പോയി. നിങ്ങൾക്കൊക്കെ നാളെ ആരാധനയ്ക്കൊക്കെ പോകേണ്ടവരാണ്, പലരും ദൈവദാസന്മാരാണ്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും വിഷയത്തിൽ കൂടെ പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും അത്യാവശ്യമായ വിഷയങ്ങളുണ്ട് ദയവായിട്ട് നിങ്ങൾ പറഞ്ഞാൽ ആ കൂടെ പ്രാർത്ഥിച്ച് നമ്മളിപ്പോൾ അവസാനിപ്പിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യാം. അതും കൂടി നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതുപോലെ ദൈവവചനം പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് കർത്താവെ അതിന്റെ ചാപ്പൽ സർവീസായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം. പ്രത്യേക റവറന്റ് ഡോക്ടർ ഷാജി കെ ഡാനിയലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ സഹായിക്കണമേ. തന്റെ ബിസിനസ്സുകളെ ദൈവം മാനിക്കണമേ. സഭാ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവവചനം പങ്കുവെച്ച പാസ്റ്റർ എബ്രഹാം ടൈറ്റസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ സഭയ്ക്കായി പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. മറ്റ് ഇന്ന് സാക്ഷ്യവാചകങ്ങളൂടെ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ. ബാംഗ്ലൂർ എന്ന് വന്ന കർത്താവിന്റെ ദാസി ആശയ്ക്കായി സ്തോത്രം. പ്രിയ സിസ്റ്റർ സാലി കുവൈറ്റിനായി സ്തോത്രം കർത്താവെ. മറ്റ് പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു കർത്താവെ. പ്രിയ ഷീല സിസ്റ്റർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം പ്രിയ ഹല്ലേലൂയ കൊച്ചുമോൾ ജസ്റ്റിനായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പാട്ടുപാടിയ പ്രിയ സഹോദരി അനുവിനായി സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാവരെയും കർത്താവ് സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഈ സൂമിൽ കൂടെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ജോയിൻ ചെയ്ത എല്ലാവർക്കായി സ്തോത്രം. പാസ്റ്റർ സി വി ആൻഡ്രൂസിനായി മറ്റു പ്രിയപ്പെട്ടവർക്കായി ദൈവദാസന്മാർക്കായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയർ പ്രവർത്തകർക്കായി സ്തോത്രം. ബ്രോഷർ ഉണ്ടാക്കുന്നവരുണ്ട് കർത്താവെ. ഇത് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാ അധ്വാനത്തിനും സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കണം. പ്രത്യേക വളരെ ഉത്സാഹത്തോടെ ദൈവവചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഈ ദൈവിക പഠനം അവരുടെ ജീവിതത്തിന്, അവരുടെ തലമുറകൾക്ക് എല്ലാം ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ ടൈം സോണുകളിൽ നിന്ന്
കർത്താവെ ജോലിക്കടയിലും ഒക്കെ ജോയിൻ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവാക്കുന്നവർ, കർത്താവ് എല്ലാവരെയും അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നവർ എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം അധികം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ കർത്താവെ സകല വിഷയങ്ങളും ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്കെല്ലാം സ്വർഗം മറുപടി കൊടുത്ത കർത്താവ് മാനിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇതിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് പൊതുവായി പറയാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, രോഗികളായിരിക്കുന്നവർ, കർത്താവെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവിടെ വിവാഹ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, എല്ലാ വിഷയങ്ങളും സ്വർഗം അറിയുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രിയായിരുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിടുതലും അനുഗ്രഹവുമായി തീരണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. സകലമാനവും മഹത്വം പങ്കെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രത്യേകാൽ ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്മാരോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ നമ്മുടെ ഹോളിഡേ ആണ്. മൺഡേ മുതൽ വീണ്ടും നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇനിയും ജോയിൻ ചെയ്യുവാൻ അവസരമുണ്ട്. എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. നിങ്ങളും സ്ഥിരമായി ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു.